വിപ്ലവത്തിൻ പാതയിൽ ജയിലറകൾ താണ്ടിയും ശക്തമായ ബന്ധനങ്ങളെ ധീരസാരഥി CPM സർവീസ് സംഘടനാ ജീവനക്കാരുടെ പാടിപ്പുകഴ്ത്തൽ ആസ്വദിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വാഴ്ത്തുപാട്ടിന്റെ അകമ്പടിയിലാണ് പിണറായി വിജയൻ വേദിയിലെത്തിയത്. മുഖ്യമന്ത്രിയെ ഗാനത്തിലൂടെ പുകഴ്ത്തുന്നതിൽ തെറ്റൊന്നുമില്ലെന്ന് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ നിലപാട് വ്യക്തമാക്കി. പിണറായിയെക്കുറിച്ച് വിപ്ലവ ഗാനം എഴുതിയപ്പോൾ പുകഴ്ത്തലായി പോയെന്ന് ഗാനരചയിതാവ് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. പിണറായി വിജയനെ പ്രശംസിക്കുന്നതിൽ അസഹിഷ്ണുത എന്ന വിമർശനവുമായി CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയി രംഗത്ത് വന്നു. ഈ പിണറായി സ്തുതിയാണ് ഇന്നത്തെ സൂപ്പർ പ്രൈം ടൈം. എന്നോടൊപ്പം ശ്രീ ചിത്രസേനൻ പൂവത്തൂർ, അദ്ദേഹമാണ് ഗാനം രചയിച്ച ആൾ. ശ്രീ SS ദീപു ഈ സംഘടനയുടെ KSEയുടെ സെക്രട്ടറിയാണ്. ശ്രീ ജയേന്ദ്രൻ കല്ലിങ്കൽ ജോയിന്റ് കൗൺസിലിനെ പ്രതിനിധീകരിച്ച്, ശ്രീ ജിൻഡോ ജോൺ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച്, ശ്രീ NM പേഴ്സൺ നിരീക്ഷകൻ എന്നിവർ. ആദ്യം ശ്രീ ചിത്രസേനൻ, ഇപ്പോൾ നമ്മൾ പണ്ട് മുതലേ ഭരണാധികാരികളെ പാടിപ്പുകഴ്ത്തുന്ന കവികൾ ഉണ്ടായിട്ടുണ്ട്. രാജാക്കന്മാരുടെയൊക്കെ സദസ്സുകളിൽ കൊട്ടാരം കവികൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ദർബാർ എന്നൊക്കെയാണ് പറയുക. അതൊരു പ്രാചീന കലാരൂപം തന്നെയാണ്. ഇവിടെ ഇപ്പോൾ പിണറായി വിജയനെ പുകഴ്ത്തി ഇങ്ങനെ ഒരു ഗാനം എഴുതണം എന്ന് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ താങ്കളോട് പറഞ്ഞതാണോ, അതോ എഴുതി വന്നപ്പോൾ സ്തുതിഗീതമായി പോയതാണോ? ഇത് ആദ്യമേ പറയട്ടെ, സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ്റെ പ്രസിഡൻറ്റ് P. ഹണി എന്നോട് പറഞ്ഞു, നമ്മുടെ സുവർണ ജൂബിലി മന്ദിരത്തിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒരു വിപ്ലവഗാനം എഴുതണം, അതിൽ മുഖ്യമന്ത്രിയെ കൂടെ സൂചിപ്പിച്ചോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ശരി എഴുതാൻ തീരുമാനമെടുത്തു. എഴുതി തുടങ്ങിയപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ചിത്രം എൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തെ സംരക്ഷിച്ച് നിർത്തുന്ന, കേരളത്തിലെ പാവപ്പെട്ട ജനതയ്ക്ക് വേണ്ടി, കേരളത്തിലെ അതായത് ദരിദ്ര വിഭാഗത്തിന് വേണ്ടി സംരക്ഷകനായി നിൽക്കുന്ന പിണറായി എന്ന ആ വ്യക്തി. അല്ല, ഈ കമ്മ്യൂണിസ്റ്റുകാർ സാധാരണ നിലയിൽ കാണുന്നത് ഞങ്ങളൊരു ആശയമാണ്. ആ ആശയത്തെ പ്രതിനിധീകരിച്ച് ഓരോ സ്ഥാനങ്ങളിൽ ഓരോ ആളുകൾ ഉണ്ടാകും. അവരുടെ വ്യക്തിപരമായ മേന്മയല്ല എന്നാണ് കാണുന്നത്. പിണറായി വിജയൻ തന്നെ ഒരിക്കൽ VS അച്യുതാനന്ദനെ പരോക്ഷമായി പരാമർശിച്ച് പറഞ്ഞിട്ടുണ്ട്, ഈ പ്രസ്ഥാനം എന്ന മഹാസമുദ്രത്തിന്റെ മാർത്തട്ടിനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് തിരയാവുന്നത്, അല്ലെങ്കിൽ ബക്കറ്റിലെ വെള്ളം പോലെ ആകും എന്ന്. അപ്പോൾ പ്രസ്ഥാനം, അതിന്റെ ആശയം തുടങ്ങിയ കാര്യങ്ങളാണ് കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് സാധാരണ നിലയിൽ ഏറ്റവും മുകളിൽ വരുന്ന കാര്യം. വ്യക്തികൾ ആ പ്രസ്ഥാനത്തിന്റെ പ്രത്യയശാസ്ത്രം നടപ്പിൽ വരുത്താനുള്ള ഉപകരണങ്ങൾ മാത്രമാണ്. അപ്പോൾ ഈ പിണറായി വിജയനാണ് ഇതിന്റെ ഒക്കെ ഈ പറഞ്ഞ രക്ഷകർത്തൃത്വ മൂർത്തിമത് ഭാവം എന്ന് താങ്കൾക്ക് എങ്ങനെയാണ് തോന്നിയത്? അതായത് കേരളത്തിലെ അസറണ്ടരെ സറണ്ടറാക്കി മാറ്റുന്നതിൽ കൈയെടുത്ത്, അതായത് വീണ്ടും പോകുന്ന ഒരു കുട്ടിയെ കൈയെടുത്ത് സഹായിക്കുന്ന ഒരു രക്ഷകർത്താവിന്റെ സ്ഥാനത്താണ് ഞാൻ മുഖ്യമന്ത്രിയെ കാണുന്നത്. അതൊരു വ്യക്തിയാണോ, പ്രസ്ഥാനമാണോ, വിശ്വാസമാണോ? അതായത് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് എല്ലാവർക്കും, അവിടെ കോൺഗ്രസ് എന്നോ കമ്മ്യൂണിസ്റ്റ് എന്നോ ജാതിയോ മതമോ ഒന്നുമില്ല. അത് ആ വ്യക്തി, അതായത് മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രി സംരക്ഷകനാണ്. ആ സംരക്ഷകന് വേണ്ടി ഞാൻ കവിത എഴുതി. അല്ല, അതിപ്പോ ഈ പാട്ട് എഴുതി കഴിഞ്ഞതിന് ശേഷം സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻകാര് ഈ പാട്ട് വായിച്ചു നോക്കിയല്ലോ. പിന്നെ അവരെന്ത് പറഞ്ഞു? അത് പറയാന്ന് വെച്ചാൽ അതിൽ വേറൊന്നും ഇല്ലല്ലോ. ആരെയും പുകഴ്ത്തുകയോ ഇകഴ്ത്തുകയോ ചെയ്തിട്ടില്ല. മുഖ്യമന്ത്രി ചെയ്യുന്നതായ കാര്യങ്ങൾ അതേപടി ഞാൻ എന്ത് ചെയ്തു, കവിതാ രൂപേണ. അപ്പൊ അവർക്ക് സന്തോഷമായി. പിന്നെ സംശയം തോന്നുന്നു. ഇതുപോലെ, അതായത് ഇങ്ങനെ പിണറായി വിജയൻ ഇങ്ങനെ വാഴ്ത്തണം എന്ന് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ പറഞ്ഞിരുന്നില്ല? അയ്യോ എന്റെ സുഹൃത്തെ, എന്നോട് കവിത എഴുതാനേ പറഞ്ഞോളൂ. ഞാൻ കവിയാണ്, ഞാൻ കവിത ഇതിനു മുമ്പ് എഴുതിയിട്ടുണ്ട്. സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ എല്ലാ സ്വാഗതഗാനവും, സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ സുവർണ ജൂബിലി മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിന്റെ സ്വാഗതഗാനം എന്നല്ലേ പറഞ്ഞത്? ആ സ്വാഗതഗാനം, അത് ഞങ്ങളുടെ ആ സ്വാഗതഗാനം ഒന്നും പറഞ്ഞിട്ടില്ല. ഇല്ല, കവിത എഴുതണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോ ആ കവിതയാണ് എഴുതിയത്. ആ വിപ്ലവാത്മകമായ കവിത എഴുതാൻ പറഞ്ഞു. വിപ്ലവം ഇതിൽ ഒരു വരിയിൽ ഇപ്പോൾ ഒരു സ്വാഗതം പറഞ്ഞിട്ടില്ല, സ്തുതി പറഞ്ഞിട്ടില്ല. ചെമ്പടക്കി കാവലാൾ, ചെങ്കനൽ കണക്കൊരാൾ, ചെങ്കൊടി കരത്തിലേറി കേരളത്തെ നയിക്കയായി, സമരധീര സാരഥി പിണറായി വിജയൻ. സമരധീര സാരഥിയായ പിണറായി വിജയനെ കുറിച്ചാണ് പാട്ട്. അതെ, സമരധീര സാരഥി എന്ന് പറയുന്നത് ഒരു വെള്ളപ്പാച്ചിലുണ്ടായി, അതിൽ ജനങ്ങളെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ കുറിച്ചോ പ്രത്യയശാസ്ത്രത്തെ കുറിച്ചോ സംഘടനയെ കുറിച്ചോ ഒന്നുമല്ല, പിണറായി വിജയൻ എന്ന വ്യക്തിയെ കുറിച്ച് മാത്രമാണ്. അതെ, മുഖ്യമന്ത്രിയെ കുറിച്ചാണ് ഞാൻ എഴുതിയത്. അതാണ് ഞാൻ നേരത്തെ മുഖ്യമന്ത്രിയെ കുറിച്ചാണ് എഴുതിയത്. മുഖ്യമന്ത്രി
ഇന്ന പ്രസ്ഥാനത്തിന്റെ അതായത് ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ ആളാകുമ്പോൾ ആ രീതിയിൽ എഴുതാൻ പറ്റും. ഏറ്റവും മനോഹരമായ വരികൾ എഴുതണം. പണ്ട് ഇപ്പൊ നമ്മുടെ ഭാഷയിൽ ഏറ്റവും അധികം ഉപമയുടെ ഒരു സൂചനയായി ചെറിയ ക്ലാസ്സിലൊക്കെ തന്നെ നമ്മളോട് പഠിക്കാൻ പറയുന്നത് മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ മുഖം. അത് അന്നത്തെ രാജാവിനെ സ്തുതിച്ച് അന്നത്തെ കൊട്ടാരം കവി എഴുതണം എന്ന മട്ടിൽ മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം എന്ന് അതിന്റെ ഒരു ആധുനിക വേർഷൻ നമ്മൾ 2025 2.0 എന്നൊക്കെ പറയുന്ന വേർഷനാണ് താങ്കൾ എഴുതിയത്. നല്ല കവിതയാണ്, കൊള്ളാം. അല്ല, കവിത കൊള്ളാം, പക്ഷേ അതിലെ ആശയവും കൊള്ളാം. പക്ഷെ അതിന് പിന്നെ എന്താണ് തെറ്റ്? പിണറായി സാഹിബിനെ സ്തുതിച്ചു എന്ന് നിങ്ങളുടെ എല്ലാ മാധ്യമങ്ങളും പറയുന്നു. പിണറായി സാഹിബിനെ സ്തുതിച്ച് എന്താ സ്തുതിച്ച് പറഞ്ഞുകൂടെ? കേരളത്തിലെ മുഖ്യമന്ത്രി നമ്മുടെ സംരക്ഷിക്കുമ്പോൾ ആ സംരക്ഷകന് വേണ്ടി ഒരു കവിത എന്തുകൊണ്ട് എഴുതിക്കൊടുക്കും? ഞാൻ ഈ സ്തുതിച്ച് പറഞ്ഞുകൂടെ എന്ന് ചോദിച്ചാൽ അതാണ് ഞാൻ പറഞ്ഞ കാലാകാലങ്ങളായി അധികാര സ്ഥാനത്തുള്ള ആളുകളെ സ്തുതിക്കുക, അവർക്ക് ഇതുപോലെ മംഗളപത്രം എഴുതുക. പണ്ട് ഈ കാർത്തിക തിരുനാളിന്റെ കാലത്ത് കുഞ്ചൻ നമ്പ്യാർ ഇവിടെ തിരുവനന്തപുരത്ത് സദസ്സിലുണ്ടായിരുന്നു. അന്നാണ് അദ്ദേഹം ദീപസ്തംഭം മഹാശ്ചര്യം നമുക്കും കിട്ടണം പണം എന്ന് എഴുതിയത്. ശ്രീ ദീപു ഇവിടെ ഇപ്പം പിണറായി വിജയൻ ഊരിപ്പിടിച്ച വാളിന് നടുവിലൂടെ നടന്ന ആളാണെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. പഴയ വിജയൻ, പുതിയ വിജയനെ നിങ്ങൾ ഈ വാഴ്ത്തുപാട്ടിലൂടെ നടുവിലൂടെയാണല്ലോ നടത്തിയത്. ഗാനത്തെ ഒരു വാഴ്ത്തുപാട്ടെന്ന നിലയ്ക്ക് കാണേണ്ടതില്ല. ഒന്നത് ഈ ഗാനം രചിക്കാനുണ്ടായ സാഹചര്യം പൂവത്തൂർ ചെറുസേൻ പറഞ്ഞു കഴിഞ്ഞു. അത് നമ്മുടെ സംഘടന 51 വർഷങ്ങൾ കഴിഞ്ഞു. അതിന് സ്വന്തമായി തിരുവനന്തപുരം നഗരഹൃദയത്തിൽ സ്ഥലം വാങ്ങി ഒരു കെട്ടിടം വയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനത്തിന് ഏറ്റവും അനുയോജ്യനായ ആൾ കേരള സംസ്ഥാനത്തിൻ്റെ ആദരണീയനായ മുഖ്യമന്ത്രി തന്നെയാണ്. ഈ ഭരണത്തലവനെന്ന് മാത്രമല്ല, ഭരണസ്ഥിരാകേന്ദ്രമായ സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരുടെ തലവനും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെയാണ്. അപ്പോൾ ഈ പറഞ്ഞ പാട്ട്, ഈ ഗാനം എന്ന് പറയുന്നത് ഒരു വാഴ്ത്തുപാട്ടായിട്ട് കണക്കാക്കാനോ വ്യക്തിപൂജയായിട്ട് കണക്കാക്കാനോ പറ്റത്തില്ല. കാര്യം നമ്മളുടെ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ജീവനക്കാരുടെ സേവന വേതന വ്യവസ്ഥകളുടെ സംരക്ഷണത്തിനും മെച്ചപ്പെടുത്തലിനും വേണ്ടി പ്രയത്നിക്കുന്ന ഒരു ഇതിൽ പ്രസ്ഥാനത്തെക്കുറിച്ചോ പ്രസ്ഥാനത്തിന്റെ ആശയത്തെക്കുറിച്ചോ പ്രസ്ഥാനത്തിന്റെ മറ്റെന്തെങ്കിലും നിലപാടുകളെ കുറിച്ചോ ഒന്നുമല്ല, ഒരു വ്യക്തിയെ കുറിച്ച് മാത്രമാണ് ഈ ഗാനം. അതിലേക്കാണ് വരുന്നത്. വ്യക്തിയെക്കുറിച്ചാണ് ഗാനം എന്ന പരാമർശത്തോടെ ഞാൻ യോജിക്കുന്നില്ല. ആ പാട്ടിന്റെ ലിറിക്സ് മുഴുവനായിട്ട് വായിച്ചു നോക്കൂ. അതിൽ വ്യക്തിയെക്കുറിച്ചുള്ള പരാമർശമല്ലാത്ത മറ്റൊന്നുമില്ല. സംഘടനയുടെ നിലപാട് ഞാൻ വ്യക്തമാക്കിക്കോട്ടെ. അതായത് ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ 9 വർഷങ്ങളിലേക്ക് ഭരണം അടുക്കുകയാണ്. തീർച്ചയായും എല്ലാ കാലത്തും സിവിൽ സർവീസ് സംരക്ഷിച്ചു കൊണ്ടുപോകുന്ന ശാക്തീകരിക്കുന്ന നിലപാടുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ കാലത്താണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ പ്രതീകാത്മകമായി നമ്മളിപ്പോൾ പറയുന്നത് പിണറായി വിജയൻ മന്ത്രിസഭയെന്നാണ് പറയുന്നത് ഒരു സർക്കാരിനെ കുറിച്ച് പറയുമ്പോൾ. ഇപ്പോൾ മന്ത്രിസഭയിൽ മറ്റ് അംഗങ്ങളുണ്ട്, അതിന് നേതൃത്വം നൽകുന്നതാണ് പിണറായി വിജയൻ എന്ന നിലയ്ക്ക് കഴിഞ്ഞ കുറച്ച് കാരണങ്ങളായിട്ട് സിവിൽ സർവീസിനെ ശാക്തീകരിക്കുന്ന ഒരു നിലപാട് വലതുപക്ഷ സർക്കാരുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇടതുപക്ഷ സർക്കാരുകൾ എല്ലാ കാലത്തും കൈക്കൊണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അംഗീകാരം, സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്, സാമൂഹ്യ മേഖലയിലുള്ള പുരോഗതി, ഇതെല്ലാം നമ്മളെ പോലുള്ള ഒരു പുരോഗമനാഭിമുഖമുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സംഘടന എന്ന നിലയ്ക്ക് നമ്മുടെ വീക്ഷണം പ്രതിഫലിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഗാനം രചിക്കാനാണ് സംഘടനയുടെ വീക്ഷണം എന്ന് പറയുന്നത്. വ്യക്തിപൂജയല്ല, വ്യക്തിപൂജ മാത്രമേ ഉള്ളൂ ഈ പാട്ടിൽ. സംഘടനയുടെ മറ്റ് രാഷ്ട്രീയ വീക്ഷണങ്ങളൊന്നും ഇതിൽ വന്നിട്ടില്ല. പാട്ട് കേട്ട ആർക്കും അങ്ങനെ ഒരു തോന്നലില്ല. സർക്കാരിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന ആളിനെ പ്രതീകമാക്കിക്കൊണ്ടുള്ള ഒരു രചനയാണ് ശ്രീ പൂവത്തൂർ ചിത്രസേന നടത്തിയിട്ടുള്ളത്. അതിന്റെ മറ്റ് വ്യാഖ്യാനങ്ങളെ കുറിച്ച് എന്നെ കൂടെ വ്യക്തമായിട്ട് ശ്രീ ജയചന്ദ്രൻ കല്ലിങ്കൽ, താങ്കളുടെ പ്രസ്ഥാനത്തെ സംബന്ധിച്ചൊരു സംഘടന അല്ലെങ്കിൽ ഒരേ പ്രത്യയശാസ്ത്രം പിന്തുടരുന്ന സംഘടനയാണ് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ. ഇതൊരു ഇൻസ്പിറേഷൻ കാണുന്നുണ്ടോ? നാളെ നമുക്ക് കെ രാജനെ വിളിച്ചിട്ട് ചെങ്കൊടിക്ക് കാവലാൽ ചെങ്കനൽ കനക്കൊരാൾ എന്നൊരു പറഞ്ഞു വേറൊരു പാട്ട് നമുക്ക് ചിത്രസേന ചേട്ടനെ കൊണ്ട് എഴുതിച്ചാലോ? ചിഞ്ചുറാണിയോ കെ രാജനെയോ ആരെങ്കിലും വിളിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് ഈ പാട്ട് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ചിത്രസേന എഴുതിയായിരുന്നാലും അതിൻ്റെ ട്യൂണായിരുന്നാലും നല്ല ആവേശകരമാണ്. ഇപ്പോൾ ഇതൊരു പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രശ്നമൊക്കെയാണ് ഇവിടെ ഉയർന്നു വരുന്നതായി അഭിലാഷ് സൂചിപ്പിച്ചത്. അതൊക്കെ എനിക്ക് തോന്നുന്നു അതൊക്കെ അതിൻ്റെ വഴിക്ക് എന്നായിരുന്നാലും അതിനെയൊക്കെ നന്നായി മറുപടി പറയാൻ കഴിയുന്നതാണ് മുഖ്യമന്ത്രി എന്നുള്ളത് ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന. വളരെ ചെളിവാരി എറിയുന്നതിൻ്റെ ഒരു പൂച്ചണ്ട് കിട്ടിയാൽ ആ തരത്തിൽ ആ അർത്ഥത്തിലാണല്ലോ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന വന്നത്. അപ്പോൾ അത് കേട്ടപ്പോൾ നമുക്ക് തോന്നി അതൊരു കൃത്യമായ ഒരു ന്യായീകരണം അതിനകത്തുണ്ട്. എൻ്റെ മനസ്സിനകത്ത് അത് കേട്ടപ്പോൾ തോന്നിയത് നമ്മൾ ഇന്നലെ മെനഞ്ഞാന്നോ സോണാമാർഗിലെ ഒരു ഉദ്ഘാടനം നമ്മൾ കണ്ടു. നരേന്ദ്രമോദി ഉദ്ഘാടനം കഴിഞ്ഞിട്ട് വരുന്നൊരു വരവുണ്ട്. ശ്രദ്ധിച്ചാണ് അഭിലാഷ് ശ്രദ്ധിച്ചാണ് ഒരു ജീപ്പൊക്കെ അലങ്കരിച്ച് വലിയ കൊമ്പൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വേറൊരാളെ ഒരു അറ്റയിറക്കി. അത് കാണുമ്പോൾ പലരും സോഷ്യൽ മീഡിയയിൽ വലിയ അത് പുകഴ്ത്തുന്നവരുണ്ട്, വാഴ്ത്തുന്നവരുള്ളവരുണ്ട്. അപ്പം നമുക്ക് ഈ ജനാധിപത്യത്തിൻ്റെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ട്. യഥാർത്ഥത്തിൽ ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് പലതരത്തിൽ, ഈ പറഞ്ഞ തരത്തിൽ പലതരത്തിൽ. പക്ഷേ എന്നാലും ഇവിടെ അതിനകത്ത് ഈ പാട്ട് മുഴുവനും കേൾക്കുമ്പോൾ
അങ്ങനെ ഒരു പുകഴ്ത്തലോ വാഴ്ത്തലോ ആയില്ല. ബാക്കി പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാവാം, ഞങ്ങൾക്കും ഉണ്ടാവാം, അങ്ങോട്ട് പലർക്കും ഇതിൽ ഉണ്ടാവാം. പുകഴ്ത്തലോ വാഴ്ത്തലോ അല്ലാത്ത ഏത് വരിയാണുള്ളത്? മുഴുവൻ വരികളും പുകഴ്ത്തലാണ്. ഞാൻ ചോദിക്കുന്നത് ശരി, ഇപ്പൊ നരേന്ദ്രമോദി ആവട്ടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്റ്റേറ്റ്സ്മാൻ ആവട്ടെ, ആധുനിക കാലത്ത് ജനാധിപത്യം കൂടുതൽ വ്യക്തി കേന്ദ്രീകൃതമാവുന്നുണ്ട്. അതിന് ഓരോ ഐക്കൺസ് വേണം. ഇവിടെ ഇടതുപക്ഷത്തെ സംബന്ധിച്ചുള്ള അതുള്ള ഇപ്പോഴത്തെ ചിഹ്നം എന്ന് പറയുന്നത് പിണറായി വിജയനാണ്. അപ്പോൾ പിണറായി വിജയനെ പാടിപ്പൊഴുത്തുക എന്നുള്ള, ഇപ്പോൾ നരേന്ദ്രമോദിയെ എങ്ങനെ പാടിപ്പൊഴുത്തുന്നോ അതുപോലെയുള്ള ഒരു മെക്കാനിസമാണ് ഇതും. അത് താങ്കൾ കുറച്ചുകൂടി വരികൾക്കിടയിലൂടെ പറയാതെ കൃത്യമായി പറഞ്ഞാൽ എനിക്കത് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയല്ല, അത് ഞാൻ പറഞ്ഞില്ല, അതിനകത്ത് ഈ പാട്ടിൻ്റെ ഒരു സൗന്ദര്യം, നമ്മളെപ്പോഴും കുറച്ചുകൂടി സംഗീതം ആസ്വദിക്കുക, ഒരു സംഗീത ആസ്വാദനത്തിൻ്റെ ഫലമായി നിൽക്കുമ്പോൾ, പ്രത്യേകിച്ച് ഒരു വിപ്ലവഗാനം കേൾക്കുമ്പോൾ നമ്മളെപ്പോലെയുള്ള അല്പം അത്തരം ഒരു സ്വാധീനം ചെലുത്താൻ കഴിയുന്ന വരികളൊക്കെ വരുമ്പോൾ നമ്മളത് ആഹ്ലാദിക്കും. സത്യത്തിൽ ഈ പാട്ട് ഞാൻ നന്നായിട്ട് ആസ്വദിച്ചു. ഈ പാട്ട് ആസ്വദിക്കുകയും അതിൻ്റെ മറ്റു വശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. മാത്രമല്ല, അത് സ്വാഭാവികമായി അദ്ദേഹത്തിൻ്റെ പിന്തുടർന്ന പാർട്ടിയുടെയും അതിൻ്റെ പ്രസ്ഥാനത്തിൻ്റെയും സംഘടനകൾക്കും അതിൻ്റെ പ്രവർത്തകർക്കും അല്ലെ പാട്ട് എഴുതുമ്പോൾ ചിലപ്പോൾ ചിത്രസേനന് വന്ന വരികൾ അദ്ദേഹത്തിനെ കുറിച്ചായിരിക്കും എന്നുള്ള സ്വാഭാവികമാണ്. അപ്പോൾ അത് അങ്ങനെ ഒരു ചർച്ച ചെയ്യണം. എനിക്ക് മറ്റൊരു ആംഗിളാണ് എൻ്റെ മനസ്സിലാക്കി തോന്നിയത്. ഈ സംഘടനാ പ്രവർത്തനത്തെ സംബന്ധിച്ചും ഇന്നത്തെ സിവിൽ സർവീസിനെ സംബന്ധിച്ചും ജനപക്ഷ സിവിൽ സർവീസിനെ സംബന്ധിച്ചുള്ള ചർച്ച അത് കുറച്ചുകൂടി, ഇത് അത്രത്തോളം അങ്ങനെ ഒരു ചർച്ചയാണോ എന്ന് മനസ്സിലാക്കുക. അല്ല, ഇതിനിപ്പോ ഞാൻ ചോദിച്ച ചോദ്യത്തിന് താങ്കൾ ഉത്തരം പറഞ്ഞില്ല. ഇപ്പൊ മന്ത്രിമാരെ വിളിച്ചില്ലെങ്കിൽ ഇപ്പൊ പിണറായി വിജയന് മാത്രം മതി പാട്ട്. ബിനോയ് വിശ്വത്തെ കുറിച്ച് നിങ്ങളൊരു പാട്ടിറക്കുന്നത് ആലോചിക്കുന്നുണ്ട്. നമ്മൾ ആലോചിക്കുന്നുണ്ട്. ഓക്കെ, അതാണ് ശരി. ഇവിടെ ശ്രീ NM പിയേഴ്സൺ എങ്ങനെ ഈ പാട്ട് വന്നു എന്നുള്ളത് ഇതിനോടകം തന്നെ പാട്ട് എഴുതിയവരും പാട്ട് എഴുതാൻ ഏൽപ്പിച്ചവരും ഒക്കെ വിശദീകരിക്കുന്നുണ്ട്. പിണറായി വിജയൻ ഇന്നലെ പറഞ്ഞത് ഇങ്ങനെ വിമർശിച്ചുകൊണ്ടേ ഇരിക്കുകയാണല്ലോ. അങ്ങനെ വിമർശിച്ചുകൊണ്ടിരിക്കുമ്പോൾ എവിടെന്നെങ്കിലും പുകഴ്ത്തൽ വരുമ്പോൾ നിങ്ങൾക്കൊരു അസ്വസ്ഥത ഉണ്ടാവും. ആ അസ്വസ്ഥതയിൽ നിന്നാണ് വിമർശനങ്ങൾ ഉണ്ടാവുന്നത് എന്നാണ്. ഇതിപ്പോ ഒരു വെറും പുകഴ്ത്തലായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ, അതോ ഈ വ്യക്തിപൂജ, ഈ പുകഴ്ത്തൽ എന്നുള്ളത് നമ്മുടെ രാഷ്ട്രീയത്തിന്റെ പൊതുരീതിയായി മാറിയോ? നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഇതിങ്ങനെ ആൾദൈവ നിർമ്മിതിയായി മാറുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് മാത്രമാണ് അതിൽ പ്രസക്തിയുള്ളത്. പിണറായി വിജയൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ്. കാരണം അദ്ദേഹത്തെ നിരന്തരമായി മോശമായിട്ട് ചിത്രീകരിക്കുന്നു. ഇടയ്ക്ക് ചില ആളുകൾ അദ്ദേഹത്തെ പുകഴ്ത്തി ചില കാര്യങ്ങൾ സംസാരിക്കുന്നു. അതങ്ങനെ കണ്ടാൽ മതി. ഞാനൊരിക്കലും ഒരു ആരാധനാ പാത്രമായിട്ട് അല്ലെങ്കിൽ ഒരു ഭക്തന്മാരുടെ ആരാധന മൂർത്തിയായിട്ടൊക്കെ മാറാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, ആൾദൈവമായിട്ട് മാറാൻ ആഗ്രഹിക്കുന്നില്ല എന്ന സന്ദേശം അദ്ദേഹം നൽകേണ്ടായി. പക്ഷെ നമ്മളുടെ മുന്നിലുള്ള വിഷയം എന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു കൾച്ചർ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു മൂല്യവ്യവസ്ഥ, ആ വ്യവസ്ഥയിൽ വ്യക്തികൾക്കല്ല പ്രാധാന്യം, പ്രസ്ഥാനത്തിനാണ് എന്നതാണ് നമ്മളിതുവരെ മനസ്സിലാക്കിയിരുന്നത്. കാരണം എനിക്ക് വന്നൊരു കുറച്ച് നാളുകൾക്ക് മുമ്പാണ് പി ജയരാജനെ കുറിച്ച് വലിയൊരു പാട്ടിറങ്ങിയിരുന്നത്, അല്ലേ? അഭിലാഷ് ഓർമ്മയുണ്ടായിരിക്കും. ചന്ദാരകം, കണ്ണൂരിൻ്റെ നായകനും അതേപോലെ തന്നെ ചെന്താരകമായി മാറിയ അദ്ദേഹം. ആ പാട്ടിന് എന്താണ് കുഴപ്പമുള്ളത്? ആ പാട്ടും ഇതേപോലെ തന്നെ ആവേശകരമാണ്. സഹാക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ ആവേശകരമായിട്ടുള്ള പാട്ട് തന്നെയാണ് ആ പാട്ടും. ഈ പാട്ടും ആവേശകരമായിട്ടുള്ള പാട്ട് തന്നെയാണ്. പക്ഷേ നമ്മൾ ഇതിനകത്ത് കാണുന്ന ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത്, കഴിഞ്ഞ തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിനകത്ത് പിണറായി വിജയനെ പാടിപ്പുകഴ്ത്തിയത് മറ്റൊരു രീതിയിലായിരുന്നു. 500-ലധികം വരുന്നതായിട്ടുള്ള വനിതകൾ നടത്തിയ മെഗാ തിരുവാതിരയിൽ അദ്ദേഹമാണ് ഈ പാർട്ടിയുടെ എല്ലാവിധമായിട്ടുള്ള അഭൂതപൂർവമായിട്ടുള്ള വളർച്ചയുടെയും വികാസത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും ഒക്കെ കാരണഭൂതൻ എന്ന നിലക്കാണ് അന്ന് ചിത്രീകരിക്കപ്പെട്ടത്. അത് ഒരു അർത്ഥം എന്ന് പറഞ്ഞാൽ, കുറച്ചു മുമ്പ് അഭിലാഷ് പറഞ്ഞതുപോലെ മന്നവേന്ദ്ര വിളങ്ങുന്നു നിൻമുഖം ചന്ദ്രനെ പോലെ എന്ന് പഴയ കാലത്ത് പറഞ്ഞതും ഇപ്പോൾ പറയുന്നതും എന്നും പറയുന്ന ഒന്ന് തന്നെയാണ്. ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അത് വിമർശനപരമായിട്ട് മാറിത്തീരുന്നത്. ഇപ്പം ഞാൻ പലപ്പോഴും കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് ഈ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം എന്ന് പറയുന്നത് ഗ്രീക്ക് പുരാണങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു കഥാപാത്രമുണ്ട്, നാർസിസസ് എന്നാണ് ആ കഥാപാത്രത്തെ പറയുന്നത്. നാർസിസ് എന്നും പറയാറുണ്ട്. ഈ നാർസിസസ് എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ പ്രത്യേകത, അദ്ദേഹം ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരു അരുവിയിൽ കണ്ണാടി പോലെ തെളിഞ്ഞ വെള്ളമാണ്. അവിടെ അദ്ദേഹത്തിൻ്റെ നിഴൽ പതിയുകയും ആ നിഴല് ലോകത്തേറ്റവും സുന്ദരമായിട്ടുള്ളതാണ് എന്ന് കണ്ടെത്തുകയും ലോകത്തേറ്റവും വലിയ സുന്ദരൻ താനാണ് എന്ന് കരുതുകയും ആ നിഴലിനെ പ്രേമിച്ച് അവിടെ ഇരുന്ന് മരിച്ചുപോയൊരു മനുഷ്യനാണ്, അല്ലെങ്കിൽ മരിച്ചുപോയൊരു കഥാപാത്രമാണ്, മരിച്ചുപോയ ഒരു പുരാണ കഥാപാത്രമാണ്. അങ്ങനെ മനുഷ്യരാകാൻ പാടില്ല, ആത്മരതികളിൽ നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ മുഴുകാൻ പാടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം.
അങ്ങനെ ആത്മരതികളിൽ അവർ മുഴുകിക്കഴിഞ്ഞാൽ അവർ കൂടെ നിൽക്കുന്നതായിട്ടുള്ള അണികളെ, പാർട്ടി അണികളെ മുഴുവനും വലിയ തരത്തിൽ അവരുടെ വാഴ്ത്തുപാട്ടിന് വേണ്ടിയിട്ടുള്ള പാണന്മാരാക്കി മാറ്റും എന്നുള്ളതാണ്. അങ്ങനെ പാണന്മാരുടെ പാട്ട് ആത്മരതി കൊള്ളുന്നതായിട്ടുള്ള ഭരണാധികാരി കമ്മ്യൂണിസ്റ്റ് ഇതരെന്നോ വ്യത്യാസമില്ലാതെ നമ്മുടെ ജനാധിപത്യത്തിലെ തന്നെ ജനനായകർ ഇത്തരത്തിൽ ആത്മരതിയിൽ അഭിരമിക്കുന്ന വിധത്തിൽ, നാർസിസത്തിന്റെ ട്രൈറ്റുകൾ നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന വിധത്തിൽ ആത്മരതികളിൽ അഭിരമിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. നരേന്ദ്രമോദി സ്വന്തം പേരെഴുതിയ കോട്ടിട്ടത് നമ്മൾ കണ്ടിട്ടുണ്ട്, വ്യത്യസ്ത വേഷഭൂഷാദികളിൽ വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ പിണറായി വിജയനും ആരാണോ നേതാവ് അവർ ഇത്തരത്തിൽ സ്വയം വ്യക്തിപൂജയിൽ അഭിരമിക്കുകയും കൂടെ ഉള്ളവർ വാഴ്ത്തുപാട്ട് പാടുന്ന പാണന്മാരായി മാറുകയും ചെയ്യുന്ന ഒരു പുതിയ പൊളിറ്റിക്കൽ ഇക്കോ സിസ്റ്റത്തിലേക്കുള്ള വെളിച്ചം വീശലായി നമുക്ക് ഈ ഇന്നത്തെ പരിപാടിയെ കാണാൻ കഴിയുമോ? അല്ല, അങ്ങനെയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. പൊതുവെ നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് വന്നിരിക്കുന്ന വലിയ വ്യത്യാസമാണ് അല്ലേ. മോദി വരുന്ന സമയത്ത് ദേഖോ ദേഖോ ഗുജറാത്തിക്ക് ഷെർസെ ആയ എന്നാണ് പറഞ്ഞത്. നോക്കൂ നോക്കൂ ഗുജറാത്തിന് സിംഹം വരുന്നു എന്നാണ് അദ്ദേഹത്തെ വാഴ്ത്തിയത്. അത് പിന്നെ പലതരത്തിലുള്ള വാഴ്ത്തലുകളായിട്ട് മാറി. അതൊക്കെ തന്നെയല്ലേ ഇവിടെ നടക്കുന്നത്. അതങ്ങനെ ഈ CPM-നകത്ത് മുൻപ് നടന്നിരുന്നോ? അതാണ് പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിലെ ഏറ്റവും സമുജ്വലനായിട്ടുള്ള നേതാവായിരുന്നു AKG. അദ്ദേഹം ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ഒരു വാഴ്ത്ത ആരെങ്കിലും നടത്തിയാൽ അവനെ പതുക്കെ വിളിച്ച് അവൻ്റെ ചെവിയിൽ പതുക്കെ അവൻ്റെ ചെവിയൊന്ന് പിടിച്ച് തിരുമും. ഇത് ശരിയല്ല മോനെ എന്ന് പറയും. അങ്ങനെ പറഞ്ഞാൽ മാത്രമാണ് ഇവിടെ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളിൽ നിന്ന് സഹാക്കൾ മാറി നിൽക്കുകയുള്ളൂ. മാറിയിരിക്കണം സഹാക്കൾ ഇവരെ പുകഴ്ത്താനൊന്നും പാടില്ല എന്നുള്ളതാണ്. അങ്ങനെ പുകഴ്ത്തി വാഴ്ത്തി അവരെ ആൾദൈവങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയുടെ തുടക്കമാണത്. അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിലേക്ക് ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഇത് എഴുതിയ ആളുകൾക്കോ ആ സംഘടനയ്ക്കോ ഒന്നും അങ്ങനെ ഒരു പ്രശ്നം തോന്നുന്നില്ല എന്ന് പറയുന്നത് തന്നെ വളരെ അപകടകരമായിട്ടുള്ള ഒരു മാനസികാവസ്ഥ, അല്ലെങ്കിൽ പിണറായി വിജയൻ സൂചിപ്പിക്കുന്ന പോലെ മനോനിലയുടെ പ്രശ്നമായി അത് മാറിയിട്ടുണ്ട്. അതാണ് ഗൗരവമായിട്ട് നമ്മൾ പരിശോധിക്കേണ്ടത്. തീർച്ചയായും AKG ഒക്കെ മരിച്ചു വർഷങ്ങൾക്ക് ശേഷം AKGയെ കുറിച്ചൊക്കെ പാട്ടുകൾ വന്നിട്ടുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, പിരിപ്പൻകോട് മുരളിയാണ് തോന്നുന്നു എഴുതിയത്. രക്തം കൊണ്ട് കുറിച്ചൊരു സമര ചരിത്രത്തിന്റെ മുഖം താളിൽ രക്തക്കതിരവനായി ജ്വലിപ്പു രണനായകനാം AKG എന്നൊക്കെ പാട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷെ അത് AKG മരിച്ചിട്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഇവിടെ ശ്രീ ജിൻഡോ ജോൺ, മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം എന്നുള്ളത് നമ്മൾ ഭാഷ പഠിക്കുമ്പോൾ ഉപമ പഠിക്കാനൊക്കെ ആദ്യമായി അധ്യാപകർ ചൂണ്ടിക്കാണിക്കുന്ന വരികളാണ്. ആ ഒരു കാലഘട്ടത്തെ പ്രതിഫലിപ്പിക്കുന്നുണ്ട്. അതേ കാലഘട്ടം നമ്മൾ ജനാധിപത്യം പുലർന്ന 75 വർഷം കഴിയുമ്പോഴും വേറൊരു രൂപത്തിൽ വരുന്നു എന്നാണോ? അല്ല അഭിലാഷ്, ഇവരുടെ നേതാവിനെ പുകഴ്ത്തുന്നതിന് കുഴപ്പമില്ല. കാരണം തമ്പ്രാൻ്റെ അടിമകൾക്ക് തമ്പ്രാനെ പുകഴ്ത്താനുള്ള അവകാശമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അവരെ തിരുത്താൻ ഞാൻ ആരുമല്ല. പക്ഷേ സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥർക്ക് പോലും ഈ രാജ്യത്തെ സാധാരണക്കാരുടെ ജനവികാരം മനസ്സിലാകുന്നില്ല എന്ന് ഈ ഒറ്റ പാട്ടിലൂടെ നമുക്ക് ബോധ്യമാകുന്നുണ്ടല്ലോ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നാട്ടുകാരുടെ ജനവികാരം ഇവർക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥരുടെ വികാരം ഇവർക്ക് മനസ്സിലായിട്ടുണ്ടോ? 2016 മുതലുള്ള DA കുടിശ്ശികയും 2019 മുതലുള്ള ശമ്പള വർധനവ് മൂലം കിട്ടേണ്ട ആനുകൂല്യങ്ങളും അതൊക്കെ കിട്ടാതിരിക്കുമ്പോൾ പാട്ട് പാടിയിട്ടെങ്കിലും അത് കിട്ടട്ടെ എന്ന് ഓർത്തിട്ടാണെങ്കിൽ ഒരു പക്ഷേ അത് ശരിയാണ്, അങ്ങനെ നടക്കട്ടെ. പക്ഷെ ഇവിടെ ചെമ്പടയ്ക്ക് കാവലാൾ എന്ന് പറഞ്ഞാൽ അത് TP ചന്ദ്രശേഖരനെ കൊന്നുകളഞ്ഞ, പെരിയ കേസിലെ കൃപേഷിനെയും ശരത്ലാലിനെയും കൊന്നുകളഞ്ഞ, ഷുഹൈബിനെയും ഷുക്കൂറിനെയും ഒക്കെ കൊന്നുകളഞ്ഞ ആ ചെമ്പടയ്ക്ക് കാവലായിട്ടുള്ളതാണെങ്കിൽ എക്സാക്ട്ലി റൈറ്റ് ആണ്. പിന്നെ ചെങ്കനൽ കണക്കൊരാളെന്ന് പറഞ്ഞാൽ, അതായത് മുഖ്യമന്ത്രിയുടെ മകളുടെ മാസപ്പടിയെ കുറിച്ച് ചോദിക്കുമ്പോഴോ അല്ലെങ്കിൽ RSSന് അടിമവേല ചെയ്യുന്ന ADGPയെ കുറിച്ച് ചോദിക്കുമ്പോഴോ വോയിസ് റെസ്റ്റ് എടുത്തുകൊണ്ട് ഒളിച്ചോടുന്ന ആളെ കുറിച്ചിട്ടാണ് പറയുന്നതെങ്കിൽ ചെങ്കനൽ കണക്ക് എന്ന് പറഞ്ഞാൽ അത് അത്രത്തോളം ശരിയാകണമെന്നില്ല. അടുത്തത് ചെങ്കൊടി കയ്യിലേന്തിയെന്ന്. കഴിഞ്ഞ 8.5 വർഷക്കാലത്തെ ആഭ്യന്തര വകുപ്പിന്റെ നയപരിപാടികൾ മനസ്സിലാക്കിയാൽ അറിയാം, ഈ ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായി വിജയന്റെ കയ്യിലിരിക്കുന്നത് ചെങ്കൊടിയല്ല, RSSന്റെ കാവിക്കൊടിയാണെന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ടാകാൻ സാധ്യതയില്ല. ഇനി കേരളം നയിക്കുന്നതിനെ കുറിച്ചിട്ട് നമ്മൾ പറയേണ്ട കാര്യമില്ല, അദ്ദേഹം നന്നായിട്ട് തന്നെ നയിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. ഇവിടെ കവി പറയുന്നത് എന്താ, മറ്റ് രാജ്യങ്ങളിൽ പോലും പോയി, വിദേശത്ത് പോയിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ തേടിക്കൊണ്ടുവരുന്നു, സമ്പത്ത് തേടിക്കൊണ്ടുവന്ന് നമ്മളെ സംരക്ഷിക്കുന്നു. അതായിരിക്കാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കേരളത്തിലെ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ അദ്ദേഹവും മകളും ജീവിത പങ്കാളിയായിട്ടുള്ള ആളും മരുമകനും കുട്ടിയും എല്ലാവരും കൂടിയിട്ട് വിദേശത്ത് യാത്ര നടത്തിയത്. അത് കേരളത്തിലെ സാധാരണക്കാർക്ക് വേണ്ടത് തേടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരിക്കും. ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത്, കേരളത്തിൽ നമ്മൾ മലയാളികളെ, കുറെ കവിതയൊക്കെ താങ്കൾ ഉദ്ധരിച്ചല്ലോ, മലയാള കവിതയുടെ വിപ്ലവകരമായിട്ടുള്ള ഈ മാറ്റം കാണുമ്പോൾ കേരളത്തിലെ CPM-ന്റെ സാധാരണപ്പെട്ട സഹാക്കർ പുളകം കൊള്ളുന്നുണ്ടാവും. കാരണം ബംഗാളിനും ത്രിപുരയ്ക്കും സമാനമായിട്ട് കേരളത്തിലെ കാര്യങ്ങൾ മാറുന്നുണ്ട്. ഇത്തരം കവിതകൾ എഴുതുന്ന ആളുകൾ ഈ ആളുകളെ
ആളുകളെയൊക്കെ നമ്മൾ എന്താ പറയാ, ഈ കാലിന്റെ പണിയെടുക്കുന്ന ആളുകൾക്ക്, ചിത്രഗുപ്തന്റെ പണിയെടുക്കുന്ന ആളുകൾക്കൊക്കെ കാറും മറ്റ് ജോലിയും പുനർനിയമവും ഒക്കെ കിട്ടുമ്പോൾ സാധാരണ മനുഷ്യർക്ക് എന്ത് കിട്ടിയെന്ന് ചോദിക്കണ്ടേ? ഇവിടെ ഫീനിക്സ് പക്ഷിയാണെന്നാണ് പറയുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയെ. കേരളത്തിലെ CPM-ന്റെ ഫിനിഷിംഗ് പക്ഷിയാണ്. കേരളത്തിലെ CPM-നെ ഫിനിഷ് ചെയ്യാൻ പോകുകയാണ്. ഇവിടെ പിയേഴ്സ് സാറ് പറഞ്ഞല്ലോ, അദ്ദേഹത്തെ ഈ കേരളത്തിലെ CPM-ന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തെ കുറിച്ചിട്ടൊക്കെ. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയാൻ ആഗ്രഹിക്കില്ല. ഞാൻ ഒറ്റ കാര്യമേ പറയാനുള്ളൂ. ഈ പൈസ, ഈ കുടിശ്ശിക കൊടുക്കാത്തതിന്റെ പേരിൽ ബണ്ണും പാലും കൊടുക്കാത്ത കുട്ടികളുടെ ആശുപത്രി ഉണ്ട് തിരുവനന്തപുരത്ത്. അത് കൊടുക്കാനായിട്ട് ഈ ഫീനിക്സ് പക്ഷിക്ക് സാധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ 10-24 മണിക്കൂർ CPI-യുടെ ലോക്കൽ സെക്രട്ടറി ആയിരുന്ന ഒരു മനുഷ്യൻ ലിഫ്റ്റിൽ കുടുങ്ങി പകലും രാത്രിയും. ആ മനുഷ്യന് ആനുകൂല്യമുണ്ടാകുന്ന രീതിയിൽ കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ അത്തരം സൗകര്യങ്ങൾ ഒരുക്കാൻ ഈ ഫീനിക്സ് പക്ഷിക്ക് സാധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ കത്രിക വയറ്റിൽ കുടുങ്ങിയിട്ട് വീട്ടിൽ പോയ ഒരു സ്ത്രീക്ക് നീതി ഉറപ്പാക്കാൻ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് സാധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ICU-യിൽ പോലും പീഡിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ സ്ത്രീ സുരക്ഷ ഉറപ്പാക്കാൻ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് സാധിച്ചിട്ടുണ്ടോ? ഈ കവിത ചൊല്ലേണ്ടത് പെൻഷൻ കിട്ടാത്ത 5-6 മാസക്കാലമായിട്ട് പെൻഷൻ കിട്ടാത്ത സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ മുമ്പിൽ പോയി നിങ്ങൾ സ്റ്റേജ് കെട്ടിയിട്ട് ഈ കവിത ചൊല്ലണം. അതുപോലെ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ, കാലിയായിട്ടുള്ള സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ, അല്ലെങ്കിൽ ഉള്ളതിന് വില വർദ്ധിപ്പിക്കുന്ന സപ്ലൈകോ ഔട്ട്ലെറ്റിന്റെ മുമ്പിൽ പോയി സാധാരണ മനുഷ്യരുടെ കൗളത്ത് തട്ടിക്കൊണ്ട് നിങ്ങൾ ഈ കവിത ചൊല്ലി കേൾപ്പിക്കണം. ശമ്പളം മുടങ്ങുന്ന KSRTC-യിലെ ഇടതുപക്ഷ അനുകൂലികളായിട്ടുള്ള ഉദ്യോഗസ്ഥരോടെങ്കിലും ഈ കവിത ചൊല്ലി കേൾപ്പിക്കണം. കാരുണ്യ പദ്ധതി നിർത്തലാക്കിയ എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള ചികിത്സാ സഹായം പോലും കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റാത്ത, ഹീമോഫീലിയ രോഗികൾക്കുള്ള ചികിത്സാ സഹായം പോലും കൊടുക്കാൻ പറ്റാത്ത ഈ സർക്കാരിന്റെ പ്രതിനിധികളായിട്ട് നിൽക്കുന്ന മുഖ്യമന്ത്രിയെ നയിക്കുന്ന മുഖ്യമന്ത്രിയെ കുറിച്ചിട്ടാണ് ഈ വാഴ്ത്തുപാട്ടെന്ന് ഈ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ വീട്ടിൽ പോയി നിങ്ങൾ പാടിക്കേൽപ്പിക്കണം. അവരൊക്കെ കേട്ട് പുളകം കൊള്ളിട്ട അഭിലാഷേ, ഉച്ചക്കഞ്ഞിക്ക് പണമില്ലാത്തതിന്റെ, ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ, ഒറ്റ മിനിറ്റ് കൂടി മതി. ഉച്ചക്കഞ്ഞിക്ക് 125 കോടി രൂപ കൊടുക്കേണ്ട അടുത്ത് സെപ്റ്റംബർ മാസത്തിൽ ആകെ 4.5 കോടി രൂപ മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. സ്കൂൾ കുട്ടികൾക്ക് ഉച്ചക്കഞ്ഞി കൊടുക്കാൻ പറ്റാത്ത മുഖ്യമന്ത്രിയെ വാഴ്ത്തി പാടണം. ഉച്ചക്കഞ്ഞി വയ്ക്കുന്നവന് ശമ്പളം കൊടുക്കാൻ പറ്റാത്ത മുഖ്യമന്ത്രിയെയും വാഴ്ത്തി പാടണം. കാട്ടാനാക്രമത്തിൽ കേരളത്തിലെ മലയോര മേഖലയിലെ മനുഷ്യർ ദിനംപ്രതി മരിക്കുമ്പോൾ നിർനിമേഷനായിട്ട് നോക്കി നിൽക്കുന്ന, അല്ലെങ്കിൽ മരവിപ്പിച്ച് നോക്കി നിൽക്കുന്ന മുഖ്യമന്ത്രിയെ പുകഴ്ത്തി പാടണം. ഈ വിലക്കയറ്റം കൊണ്ട് ദുരിതം പിടിക്കുന്ന മനുഷ്യരെ, അല്ലെങ്കിൽ തൊഴിലില്ലായ്മ കൊണ്ട് ദുരിതം പേറുന്ന മനുഷ്യരെയൊക്കെ ഈ കവിത ചൊല്ലി പുളകം കൊള്ളിക്കണം. ഇത്തരം ചിത്രഗുപ്തന്മാർക്ക് കാറ് കിട്ടും, ജോലിയിൽ പുനർനിയമനം കിട്ടും, മറ്റു പല സൗകര്യങ്ങളും കിട്ടും. സാധാരണ മനുഷ്യർക്ക്, സാധാരണ സഖാക്കന്മാർക്ക് പിണറായി വിജയൻ എന്ന് പറഞ്ഞ സഖാവ് എന്ത് കൊടുത്തു എന്നുകൂടി നിങ്ങളൊന്ന് പറഞ്ഞേ. ശരി, ഓക്കെ. അതാണ് കോൺഗ്രസിന്റെ വിമർശനം. ശ്രീ SS ദീപു, ഇവിടെ ഇപ്പോൾ ജീവനക്കാരെ സംബന്ധിച്ച് ജീവനക്കാർക്ക് വലിയ പ്രതിസന്ധിയുണ്ട്. DA കുടിശ്ശികയുടെ പ്രശ്നം നിങ്ങളുടെ യൂണിയനിലും എല്ലാ യൂണിയനുകളും പെട്ട സാധാരണ സർക്കാർ ജീവനക്കാരുടെ പ്രശ്നമാണ്. ഇനി സാധാരണ ജനത്തിനും പ്രശ്നമുണ്ട്. ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ സെക്രട്ടേറിയറ്റ് ജീവനക്കാർ എന്നുള്ള നിലയിൽ അറിയാം, വിവിധ ക്ഷേമ പദ്ധതികൾ, വിവിധ ക്ഷേമ പരിപാടികളൊക്കെ മുടങ്ങിയതിന്റെ ബുദ്ധിമുട്ട് ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അപ്പുറത്ത് ചാർജുകൾ വർദ്ധിച്ചതിന്റെ പ്രശ്നം അഭിമുഖീകരിക്കുന്നുണ്ട്. ഇതിനൊക്കെ കാരണങ്ങൾ ഉണ്ടാവും. പക്ഷേ ജനങ്ങൾ പെട്ടെന്ന് ഇതിനെല്ലാം സർക്കാരിന്റെ കുഴപ്പമെന്നുള്ള നിലയിലാണല്ലോ ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഘട്ടത്തിൽ മുഖ്യമന്ത്രിയെ കുറിച്ച് ഇങ്ങനെയൊക്കെ ഇതുപോലെയുള്ള സ്തുതികളൊക്കെ വെച്ചൊരു പാട്ടിറക്കുന്നത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിനൊരു പണി കൊടുക്കുന്നത് പോലെയല്ലേ? നിങ്ങൾ ട്രോൾ ചെയ്തതാണോ എന്ന് ജീവനക്കാർ വന്ന് ആരെങ്കിലും ചോദിച്ചോ? ഇല്ല, ശ്രീ ജിൻഡോ പറഞ്ഞ എല്ലാ ആരോപണങ്ങൾക്കും മറുപടി പറയാൻ എനിക്ക് കഴിയില്ല. കാര്യം ഒരു സർവീസ് സംഘടനയുടെ പ്രതിനിധി നിലയ്ക്ക് നമ്മുടെ മേഖലയിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് മാത്രം പറയാം. അദ്ദേഹം പല ആരോപണങ്ങളും അടിസ്ഥാനരഹിതമാണ്. 2016 മുതലുള്ള DA കുടിശ്ശികയൊന്നുമില്ല. 2021 ശമ്പള വർഷം നടപ്പാക്കിയ ശേഷമാണ് കുറച്ചു കാലം ഈ കോവിഡ് മഹാമാരി കാലത്ത് നമുക്ക് DA കുടിശ്ശിക വന്നത്. അതൊരു അക്യൂമുലേറ്റഡ് ആയി മാറി. റൂൾ 300 പ്രകാരം നിയമസഭ നടന്ന പ്രസ്താവന തുടർന്ന് ഓരോ വർഷം 2 ഗഡു DA വീതം നമുക്ക് തരുന്നുണ്ട്. മുൻകാലങ്ങളുടെ അനുഭവം കൂടെ നമ്മളൊന്ന് ആലോചിക്കണം. 8ാം ശമ്പള പരിഷ്കരണം നടപ്പാക്കിയപ്പോൾ അന്ന് 2001-2006 കാലഘട്ടത്തിൽ AK ആൻ്റണി ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നു. 37 മാസത്തെ സാമ്പത്തിക ആനുകൂല്യങ്ങളാണ് കവർന്നെടുത്തിട്ടുള്ളത്. ഈ കടലാസിൽ മാത്രമാണ് ശമ്പള പരിഷ്കരണം നടപ്പാക്കിയത്. ഈ DA കുടിശ്ശിക ഇല്ലാത്ത ഒരു സിവിൽ സർവീസ് ഉണ്ടായത് 2006 മുതൽ 2011 വരെ അധികാരത്തിലിരുന്ന VS അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലത്താണ്. പങ്കാളിത്ത പെൻഷൻ പദ്ധതി കേന്ദ്രം 2004 നടപ്പാക്കിയപ്പോൾ 2001 ഇവിടെ നടപ്പാക്കാൻ ശ്രമിച്ചതാണ്. അന്ന് 32 ദിവസത്തെ ഐതിഹാസികമായ സമരത്തിനൊടുവിൽ അന്നത്തെ ഇടതുപക്ഷ സർക്കാരിന് മുട്ടുമടക്കേണ്ടി വന്നു. തുടർന്നുണ്ടായ ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് നിരവധിയായ കേന്ദ്ര സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലും പങ്കാളിത്ത പെൻഷൻ പദ്ധതി നടപ്പാക്കിയില്ല. നടപ്പാക്കിയത് വീണ്ടും ഒരു ടൈം ലഭിച്ചപ്പോൾ ഒരു വലതുപക്ഷ സർക്കാരാണ്. എല്ലാ കാലത്തും സിവിൽ സർവീസിനെ ശാക്തീകരിക്കുന്നത് ഇടതുപക്ഷ സർക്കാരുകളാണ്. അല്ല, എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ
ഒരുപാട് പ്രശ്നങ്ങൾ നാട്ടിലുണ്ട്. ഇതെല്ലാം പിണറായി വിജയന്റെ കുഴപ്പമാണെന്ന അഭിപ്രായം എനിക്കില്ല കേട്ടോ. പല രാഷ്ട്രീയ സാഹചര്യങ്ങളാൽ കേന്ദ്ര വിഹിതം കിട്ടുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ കേന്ദ്രം വരിഞ്ഞു മുറുക്കുന്നതിന്റെ ഒക്കെ ഭാഗമായിട്ട് കൂടിയാണ്. സാമ്പത്തികമായി വലിയ ക്രൈസിസിലാണ് സർക്കാർ. താങ്കൾക്കെതിരെ അഭിപ്രായമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സാമ്പത്തികമായി വലിയ ക്രൈസിസിലാണ് സർക്കാർ. ക്ഷേമ പദ്ധതികൾ നടപ്പാക്കാൻ പറ്റുന്നില്ല. ക്ഷേമ പദ്ധതികൾ, അതായത് ഈ സർക്കാർ തന്നെ ഫ്ലാഗ്ഷിപ്പ് പദ്ധതികളായി പ്രഖ്യാപിച്ചിട്ടുള്ള ക്ഷേമ പദ്ധതികൾ മുടങ്ങിക്കിടക്കുന്നു. ജനങ്ങൾക്ക് അസ്വാരസ്യമുണ്ട്, ജീവനക്കാർക്കും അസംതൃപ്തിയുണ്ട് എന്ന ഘട്ടത്തിൽ മുഖ്യമന്ത്രിയെ ഇങ്ങനെ വ്യക്തിപരമായി സ്തുതിക്കുന്ന ഒരു പാട്ടുവഴി ഒരു തരത്തിൽ ആ അസ്വാരസ്യത്തിന് കുറച്ചുകൂടി എണ്ണ പകരല്ലേ നിങ്ങൾ ചെയ്തത്? അങ്ങനെയല്ല, ജീവനക്കാർക്ക് അസംതൃപ്തിയില്ല, പരിഭവമുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. അതായത് നമുക്ക് തൊട്ട് മുമ്പ് നടന്ന ശമ്പള പ്രശ്നത്തെക്കുറിച്ച് ആലോചിച്ചോളൂ. നമ്മുടെ കാലങ്ങളായിട്ടുള്ള ഡിമാൻഡ് അടക്കം അംഗീകരിച്ചുകൊണ്ടാണ് ശമ്പള കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തിട്ട് പറഞ്ഞത് എന്താണ്? ഞാൻ പേ മാത്രമല്ല പരിഷ്കരിക്കാൻ നിർദ്ദേശിക്കുന്നത്, കുറച്ച് അലവൻസുകളും പരിഷ്കരിക്കാനുണ്ട്. അത് സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്ന വെൻ ബെറ്റർ ടൈംസ് അറൈവ് അപ്പോൾ മാത്രം പരിഷ്കരിച്ചാൽ മതി. സാധാരണഗതിയിൽ ഒരു ശമ്പള പരിഷ്കരണം നടക്കാൻ ഒരു വലതുപക്ഷ സർക്കാരിൻ്റെ കാലത്താണെങ്കിൽ ശമ്പള കമ്മീഷൻ റിപ്പോർട്ട് കൈപ്പറ്റാതിരുന്ന മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട്. അവിടെ ശമ്പള കമ്മീഷൻ റിപ്പോർട്ട് കൈപ്പറ്റിയ ശേഷം സെക്രട്ടറിമാരുടെ സമിതി, മന്ത്രിസഭാ ഉപസമിതിയൊക്കെ വെച്ചിട്ട് ഇത് ശമ്പള കമ്മീഷൻ റിപ്പോർട്ട് കിട്ടി ആദ്യ ക്യാബിനറ്റ് തന്നെ ഡെഫർ ചെയ്യാൻ പറഞ്ഞ HRA പരിഷ്കരണം അടക്കം നടപ്പാക്കിക്കൊണ്ടാണ് വന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേന്ദ്രത്തിൻ്റെ തെറ്റായ സാമ്പത്തിക നയങ്ങൾ കാരണം തനത് വരുമാനത്തിൽ വർധന ഉണ്ടായിട്ട് കൂടി ചെലവുകൾ മീറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ പല കാര്യങ്ങളും ഡെഫർ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ സർക്കാരിൻ്റെ ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അത് നമ്മൾ കോവിഡ് സമയത്ത് നമ്മുടെ 1 മാസത്തെ ശമ്പളം ഡെഫർ ചെയ്തപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുമ്പോൾ തിരികെ തരും. പല സാമ്പത്തിക വിദഗ്ധരും കൂടുതൽ ഡിഫർ ചെയ്യാൻ സിവിൽ സർവൻസിന് ബോധ്യപ്പെടുന്നതാണോ? ആണ്, തീർച്ചയായും ബോധ്യപ്പെടുന്നതാണ്. ജനങ്ങളുടെ മാൻഡേറ്റ് കിട്ടിയിട്ടുള്ള ഒരു സർക്കാരാണ്. അതുകൊണ്ട് ജനങ്ങളുടെ മാൻഡേറ്റ് കിട്ടിയത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലായിരിക്കും സംസ്ഥാന സർക്കാർ ജീവനക്കാർ ഏറ്റവും കുറവ്. അത് രാഷ്ട്രീയപരമായ ഒരു ചോദ്യമാണ്. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ പ്രസംഗം അവസാനിപ്പിച്ചപ്പോൾ തന്നെ അദ്ദേഹം ആശ്വാസം നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ ക്ഷാമബത്ത കുടിശ്ശിക നീക്കും, ക്ഷേമ പെൻഷനുകൾ കുടിശ്ശികയില്ലാതെ തന്നെ തീർക്കും, പെൻഷൻകാർക്കുള്ള ക്ഷാമാശ്വാസം നൽകും, ശമ്പള പരിഷ്കരണ കുടിശ്ശിക നൽകി തീർക്കുമെന്ന് പറയുന്നു. അപ്പോൾ ആ ഉറപ്പിൽ നമ്മൾ വിശ്വസിക്കുന്നു, ജനസമൂഹം വിശ്വസിക്കുന്നു, കേരളത്തിലെ പൊതുസമൂഹം ജീവനക്കാരുടെ കർണങ്ങളിൽ ഒരു അമൃത മഴയായിട്ടായിരിക്കും ഈ സ്തുതിഗീതം പതിക്കുക എന്ന് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ ആത്മവിശ്വാസമുണ്ട്. നല്ല കാര്യം. താങ്കളൊരു കവി എന്നുള്ള നിലയിൽ ഭാഷ അറിയുന്ന ആൾ കൂടിയാണല്ലോ. മലയാളത്തിൽ നിന്ദാസ്തുതി എന്നൊരു അലങ്കാരം ഉണ്ട്, അതാണോ ഈ കവിതയിൽ യൂസ് ചെയ്തിരിക്കുന്നത്? ഇല്ല, ഒരിക്കലും ഇല്ല. കാര്യം ഈ പറഞ്ഞതായ സീരിയസ് ആയിട്ടാണ്. അതായത് സംശയം എന്താ, ഞാൻ പറയട്ടെ, ഇതിൽ ഏതെങ്കിലും വാക്ക് സ്തുതിയായിട്ടുണ്ടോ? സ്തുതിച്ചിട്ടുണ്ടോ? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പിന്നെ ഇതെല്ലാം ഇവിടെ നടന്നതല്ലേ? ഇവിടെ നിന്ദാസ്തുതിയാണോന്ന്? ഇത് എല്ലാം യാഥാർത്ഥ്യ ബോധത്തിന്റെ ഒരു പച്ചയായ മനുഷ്യന്റെ ചിത്രമാണ് ഞാൻ വരച്ചു കാണിച്ചിരിക്കുന്നത്. എൻ്റെ രചന എന്ന് പറയുന്നത് എൻ്റെ അവകാശമാണ്. എൻ്റെ അവകാശത്തെ ചോദ്യം ചെയ്യാൻ മറ്റാർക്കും അധികാരമില്ല. അത് എൻ്റെ സൃഷ്ടിപരമായ എൻ്റെ ഇഷ്ടമാണ്. അതിനെ വിമർശിക്കാൻ ആര് വിമർശിച്ചാലും അത് ഞാൻ ഉൾക്കൊള്ളില്ല. കാര്യം ഞാൻ വസ്തുനിഷ്ഠമായിട്ട് മാത്രമേ രചിച്ചിട്ടുള്ളൂ, അല്ലാതെ ഒന്നും ചോദിച്ചില്ല. എനിക്കിപ്പോൾ ഒരു രാഷ്ട്രീയക്കാർ പറയുന്ന പോലെ സംസാരിക്കാൻ പറ്റില്ല. നമുക്ക് സാഹിത്യപരമായിട്ട് വരികളൊക്കെ ആത്മാർത്ഥമാണ്. അതെ, സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ ആയതുകൊണ്ട് ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ പിണറായി വിജയൻ വരുന്നത് കൊണ്ടൊന്നുമല്ല, താങ്കളുടെ മനസ്സിൽ തോന്നിയ ഭാവന അനുസരിച്ച് വളരെ ആത്മാർത്ഥമായി എഴുതിയ വരികളാണ്. ഓക്കെ, നമുക്കൊരു ഇടവേള വേണം. ഇടവേളയ്ക്ക് ശേഷം മടങ്ങി ചർച്ചയിലേക്ക് വേണം. മറ്റൊരു കാര്യം കൂടി ഉണ്ട് ശ്രീ ജയേന്ദ്രൻ കല്ലിങ്കൽ. ഇന്നിപ്പോ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ ഉദ്ഘാടന ചടങ്ങ് രാവിലെ 10-11 മണി ആ സമയത്ത് ജീവനക്കാരെല്ലാം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിൽക്കുന്നു. അതുപോലെ തന്നെ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഒരു ഭാഗത്ത് നടക്കുന്നു. ഇതേ സർക്കാർ വന്നതിന് ശേഷം സർക്കാർ ഓഫീസുകളിലെ ആഘോഷങ്ങൾ പോലും ഒഴിവ് സമയങ്ങളിൽ, ഉച്ചയ്ക്കുള്ള ബ്രേക്കിന്റെ സമയത്തോ ഓഫീസ് സമയം കഴിഞ്ഞിട്ടോ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഒരു തരത്തിലും വരാത്ത വിധത്തിൽ ചെയ്യണം, ക്രമീകരിക്കണം എന്ന് നിർദ്ദേശിച്ച സർക്കാരാണ്. ഇപ്പോൾ സെക്രട്ടേറിയറ്റ് പോലെ ഭരണസിരാ കേന്ദ്രത്തിൽ നിന്ന് ജീവനക്കാർ കൂട്ടത്തോടെ ഇറങ്ങിപ്പോയി സ്തുതിഗീതം പാടുകയും ജോലി തടസ്സപ്പെടുകയും ചെയ്യുന്നതൊക്കെ ശരിയായ രീതിയാണോ? ഇതൊക്കെ ജനങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യമാണോ? സത്യത്തിൽ അത് ഈ സംഘടനാ പ്രവർത്തനം കൂടുതലും അവധി സമയങ്ങളിൽ ചെയ്യാൻ കഴിയുമോ എന്നുള്ള പരിശോധന നമ്മളെല്ലാം നടത്താറുണ്ട്. പരമാവധി അങ്ങനെയാണ് നടത്താറുള്ളത്. പിന്നെ ഇതുപോലെ ഇപ്പോൾ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷനൊക്കെ ഉദ്ഘാടനം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ അവധി സമയത്ത് ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ പൂർത്തിയാക്കാൻ കഴിയുന്ന ഒരു പരിപാടിയല്ല. പിന്നെ ഈ സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മറ്റൊരു കൺസെപ്റ്റ് മനസ്സിലാക്കണം. നമുക്ക് 5 മണിക്ക് വെക്കുക എന്നുള്ളത് അവരോരോ പരിശോധന. ഞാൻ അതിനെക്കുറിച്ച് നമുക്ക് അതിനകത്ത് മറ്റൊരു ആസ്പെക്റ്റ് പറയാം. ജീവനക്കാർക്ക് ഓരോർക്കും ഒരു പെക്യുലറായ ഒരു ഡെസിഗ്നേറ്റഡ് ജോലിയുണ്ട്, അതവർക്ക് പൂർത്തിയാക്കിയേ പറ്റുള്ളൂ. അത് നമ്മളല്ലാതെ ഒരു സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥൻ്റെ അസിസ്റ്റൻറ്റ് ഇത്ര ഫയൽ കാണും, ആ ഫയൽ പൂർത്തിയാക്കാതിരിക്കാൻ കഴിയില്ല. അതിനകത്തുള്ള കുറവുകൾ പരിശോധിക്കാം.
അതിനകത്ത് സമയത്ത് പൂർത്തിയാക്കുന്നുണ്ടോ, ഏതെങ്കിലും ഒരു ഫയൽ അതിനകത്ത് ചില ഭരണപരിഷ്കാരവുമായി ബന്ധപ്പെട്ട ചില നടപടികൾ ആവശ്യമുണ്ട് നമുക്ക് എപ്പോഴും തോന്നാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു ഫയൽ സെക്രട്ടേറിയറ്റിലോ കളക്ടറേറ്റിലോ ആരുടെയെങ്കിലും അടുത്തെത്തിയാൽ അത് അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉത്തരവാകുന്നുള്ള ഒരു ടൈം ഫ്രെയിം, സേവനാവകാശതയുമായി ബന്ധപ്പെട്ട ടൈം ഫ്രെയിമിനെ കുറിച്ചൊക്കെ നല്ല ചർച്ച നടക്കേണ്ടതുണ്ട്. അതിനകത്ത് ഇപ്പം ചില പാകപ്പിഴകളുണ്ടെന്ന് നമുക്ക് തന്നെ തോന്നാറുണ്ട്. സ്വയം വിമർശനമായി നമ്മൾ തന്നെ സംഘടനകൾക്കകത്ത് പറയാറുണ്ട്. അത്തരം വിഷയങ്ങളൊക്കെ ശരിയാണ്. പക്ഷേ സംഘടനകൾക്ക് ഓഫീസ് ടൈം ഒഴിച്ചുള്ള സമയങ്ങളിൽ മാത്രമേ സംഘടനാ പ്രവർത്തനം നടത്താൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞാൽ ചില സമയങ്ങളിൽ അത് സംഘടനകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. സ്വാഭാവികമാണ്. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അത് പരിഹരിച്ചുകൊണ്ട് ആ സംഘടനാ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. മറ്റൊരു വിഷയം, ഇപ്പോൾ ദീപ് പറഞ്ഞതിനകത്തൊരു മറുപടി പറയാതെ പോകുന്നത് ശരിയല്ല എന്നെനിക്ക് തോന്നുന്നു. ഈ ജനുവരി 22-ാം തീയതി ഈ അധ്യാപക സർവീസ് സംഘടനാ സമരസമിതി എന്ന് പറയുന്ന നമ്മുടെ സംഘടന, ഞാൻ നേതൃത്വം നൽകുന്ന സംഘടന ഒരു പണിമുടക്ക് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനപരമായ വിഷയങ്ങൾ ഈ ചരിത്രം പറഞ്ഞ് ശരിയാണ്. ഇടതുപക്ഷമാണ് എന്നും ജീവനക്കാർക്ക് അനുകൂലമായ നിലപാടുകൾ എടുത്തിട്ടുള്ള സംഘടന, ഒരു മുന്നണി ഇടതുപക്ഷമാണ്. ചരിത്രം അങ്ങനെയാണ് പറയുന്നത്. കഴിഞ്ഞ ഗവൺമെൻറ് വരെ ഈ ഗവൺമെൻറ് അതിന് വ്യത്യസ്തമായൊരു സമീപനം രണ്ടാമത്തെ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് സ്വീകരിക്കുന്നു എന്നുള്ളൊരു തോന്നൽ ജീവനക്കാർക്കാകെ ഉണ്ട്. 19% DA-യുടെ ക്ഷാമതയുടെ പ്രശ്നമുണ്ട്, സറണ്ടർ ആനുകൂല്യത്തിൻ്റെ പ്രശ്നമുണ്ട്. ഏറ്റവും ഗുരുതരമായ പ്രശ്നം നമുക്ക് എല്ലാവർക്കും തോന്നുന്നത് പെൻഷൻ്റെ വിഷയത്തിലാണ്. മറ്റ് ഗവൺമെൻറ്റുകളൊക്കെ പിന്മാറാമെന്ന് പറയുകയും പിന്മാറാനുള്ള നടപടികൾ സ്വീകരിക്കുകയും അതിനുവേണ്ടി എല്ലാ നടപടികളും സ്വീകരിച്ചു വരുമ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് മാത്രം അതിൽ നിന്നും ഒരു ഒളിച്ചുകളി നടത്തുന്നു എന്നൊരു തോന്നൽ ജീവനക്കാരിലുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. ഞങ്ങൾ ഇപ്പോൾ ഉന്നയിക്കുന്ന വിഷയങ്ങളൊക്കെ തന്നെ കാലങ്ങളിൽ എപ്പോഴെങ്കിലും ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ജോയിന്റ് കൗൺസിലിന് സമരം ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? സമരം ചെയ്തിട്ടുണ്ട്. ജോയിന്റ് കൗൺസിൽ പണിമുടക്കിയിട്ടുണ്ട്. അത് എല്ലാവരും പണിമുടക്കിയിട്ടുണ്ട്. അച്യുതമേനോന്റെ കാലത്ത് പിന്നെ CPM സംഘടനകൾ പണിമുടക്കിയിട്ടുണ്ട്. സമയത്ത് അപ്പുറത്തെ സർക്കാരിലെ CPM സംഘടനകൾക്ക് പണിമുടക്കം അല്ല, ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ അതൊരു ഇടതുപക്ഷത്തിന്റെ സ്വഭാവമുള്ള സംഘടനയായിരുന്നല്ലോ. 96-ൽ പിന്നെ EK നായരുടെ കാലത്ത് പിന്നെ ജോയിന്റ് കൗൺസിൽ സമരം നടത്തിയിട്ടുണ്ട്, തനിച്ച് സമരം നടത്തിയിട്ടുണ്ട് ഇതേ വിഷയങ്ങൾ ഉന്നയിച്ചത്. അത് 28-ന് ശേഷമാണ് ഇപ്പോൾ ഒരു പണിമുടക്കത്തിലേക്ക് വന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ ഇത്തരം വിഷയങ്ങളും കൂടി നമുക്ക് മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് എല്ലാ കാലത്തും ജീവനക്കാരുടെ നിലപാടെടുത്തത്. പക്ഷെ ഒരു വലതുപക്ഷ ചായ്വ് ചില സമയത്തെങ്കിലും ഈ ഗവൺമെന്റ് കാണിക്കുന്നുണ്ടോ എന്നൊരു തോന്നൽ നമുക്കുണ്ട്. ഇപ്പോ വലതുപക്ഷ ചായ്വ് എന്ന് പറയുമ്പോൾ ആഗോള തലത്തിൽ തന്നെയുള്ള വലതുപക്ഷ രാഷ്ട്രീയ സ്വഭാവമാണ് വ്യക്തിപൂജ എന്നുള്ളത്. രാഷ്ട്രീയത്തെ നയിക്കേണ്ടത് വ്യക്തികളാണ് എന്നുള്ള ആശയമല്ല, വ്യക്തികളാണ് എന്ന ചിന്താധാര തന്നെ വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഐഡിയോളജിയാണ്. പിന്നെ ഈ പെൻഷൻ കൊടുക്കാത്തതോ അല്ലെങ്കിൽ നിങ്ങളുടെ DA തരാത്തതോ ആണോ വലതുപക്ഷ ചായ്വ്? ഉറപ്പാണ്. അതൊരു ഇടതുപക്ഷ മനോഭാവത്തിൽ. ഞാനിപ്പോ നേരത്തെ ശ്രീ ദീപുവിനോട് ചോദിച്ചത് മാതിരി ജീവനക്കാരും അതുപോലെ തന്നെ സാധാരണ മനുഷ്യരൊക്കെ വ്രണിത ഹൃദയരാണ്. കാരണം എന്തുമാവട്ടെ, ആളുകൾ അസ്വസ്ഥരാണ്. അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഒരു പാട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ആളുകൾ തമാശയായിട്ട് എടുക്കുമോ അതോ സീരിയസ് ആയിട്ട്? ഞാൻ പറഞ്ഞല്ലോ, അതിനകത്ത് അത് നമ്മൾ ഇപ്പോഴും ഇപ്പൊ നേരത്തെ പോത്തൂർ പറഞ്ഞതുപോലെ ഒരു ആവിഷ്കാരത്തിന്റെയൊക്കെ പ്രശ്നം അതിനകത്തുണ്ട്. അദ്ദേഹത്തിന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലൊന്നും എനിക്ക് എതിരെ അഭിപ്രായമില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ പാട്ടിനെ സംബന്ധിച്ച് എൻ്റെ അഭിപ്രായം ആദ്യം പറഞ്ഞു. അവർ ആസ്വദിക്കാൻ പറ്റിയ പാട്ടാണ് അത്. ഓരോ വ്യക്തിപരമായി നമുക്കറിയാം, ഓരോ പ്രസ്ഥാനങ്ങളുടെ തീരുമാനമാണ് ഈ പാട്ട്. മാത്രമല്ല അതിനകത്ത് മുഖ്യമന്ത്രിയെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞില്ല, മുഖ്യമന്ത്രിയെ കുറിച്ച് കൃത്യമായ സ്റ്റാൻഡ് അതിനകത്ത് പറഞ്ഞു. അത് ആ ഒരു പരിധി അതല്ല. അതായത് ഇപ്പൊ ശരി, അദ്ദേഹത്തിന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം, പാട്ട് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ 100 പ്രവർത്തകർ പാടുകയും ചെയ്തു. അപ്പൊ ഇത് കേൾക്കുന്ന ഒരു ഇടതുപക്ഷ ജീവനക്കാരന് രോമാഞ്ചമാണോ വരുന്നത് അതോ അയ്യെന്ന് തോന്നുമോ? അതാണ് എന്റെ ചോദ്യം. അത് വിഷമമുള്ള ചോദ്യമാണ് അല്ലേ? ശരി. ശ്രീ ജിൻഡോ ജോൺ, ഇതിപ്പോ നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിലൊക്കെ സ്ഥാനാർത്ഥിയായ നേതാക്കളുടെ സ്തുതിഗീതങ്ങൾ ഉണ്ടാവാറുണ്ട്. എന്ന് മാത്രമല്ല തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിലൊക്കെ പാട്ടുകളായി നേതാക്കളുടെ, ഇപ്പോൾ രാഹുൽ ഗാന്ധി ആവട്ടെ, VD സതീശനാവട്ടെ, XY നേതാക്കളെ കുറിച്ചൊക്കെ പ്രകീർത്തിച്ച് പാട്ടുകൾ വരാറുണ്ട്. പക്ഷേ ഈ പാട്ട് എന്ന് പറയുന്നത് ഭരണാധികാരിയായി ഇരിക്കുമ്പോൾ ആ ഭരണാധികാരി വരുന്ന വേദിയിൽ പാട്ടാണ്. അതുകൊണ്ട് അതിന് വ്യത്യാസമുണ്ട്. ഇനി ഇതിപ്പോ കേരള രാഷ്ട്രീയത്തിലെ ഒരു നടപ്പ് ശീലമായി വരുമോ? നേരത്തെ നമ്മൾ തിരുവാതിര കണ്ടു 2021-ൽ. ഇപ്പോൾ ഇതാ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ സമ്മേളനത്തിൽ ഈ പാട്ട് വന്നു. ഇനിയിപ്പോൾ നമ്മളെ ഈ ചടങ്ങുകളിലൊക്കെ സ്വാഗതഗാനം എന്നൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ വിളക്ക് കൊളുത്തൽ എന്നൊക്കെ പറയുന്നത് പോലെ മുഖ്യാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ച് പാട്ട് എന്നുള്ളത് ഒരു ചടങ്ങായിട്ട് വരുമോ ഇനി? അല്ല, തീർച്ചയായിട്ടും അങ്ങനെ വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം ഇവർ പറയുന്നത് എന്താ, സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായിട്ട് സുവർണ ജൂബിലി മന്ദിരം അതിൻ്റെ പരിപാടിയുമായി ബന്ധപ്പെട്ടാണ് സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥരുടെ സുവർണ ജൂബിലി മന്ദിരം ഉദ്ഘാടനം ചെയ്യുമ്പോൾ കേരളത്തിൽ 1,26,000 കുടുംബങ്ങൾ ലൈഫ് മിഷന്റെ അടുത്ത ഗഡു കിട്ടാതെ പ്രയാസപ്പെടുന്നുണ്ട്. അവരുടെ മുമ്പിലാണ് സെക്രട്ടേറിയറ്റ് ജീവനക്കാർ ജോലി സമയത്ത് പോയി ഇത്തരം സമ്മേളനങ്ങൾ നടത്തി പാട്ട് ആസ്വദിക്കുന്നത്. ഞാൻ പറയുന്നത്, നിങ്ങൾ പാട്ട് ആസ്വദിക്കുന്നതിന് ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല. പക്ഷേ അത് ലീവ് എടുത്ത്, ശമ്പളത്തോടെ പോയി പാട്ട് ആസ്വദിക്കണമെന്ന് നിർബന്ധമില്ല. ലീവ് എടുത്ത് ഇരുന്ന് നിങ്ങൾ പാട്ട് ആസ്വദിക്കണം. നിങ്ങൾ ഇന്ന് സമ്മേളനം നടത്തുമ്പോൾ പോലും നിങ്ങൾക്ക് ശമ്പളം തരാൻ വേണ്ടിയിട്ട് കേരളത്തിലെ സാധാരണ
സാധാരണക്കാരെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വലിയ വില കൊടുത്ത് മേടിക്കുമ്പോൾ അതിൽ നിന്ന് നികുതി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് ആസ്വദിക്കുന്നു എന്ന് ഞങ്ങളുടെ മുഖത്ത് നോക്കി പറയുമ്പോൾ ഞങ്ങൾക്ക് പരമപുച്ഛമാണ് പറയാനുള്ളത്. ഇനി അതിനപ്പുറത്ത് ഈ പാട്ട് എഴുതിയ കവി ഉണ്ടല്ലോ, ആ കവിക്ക് ഗുണമുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന് സംരക്ഷകനായിരിക്കും മുഖ്യമന്ത്രി. കാരണം അദ്ദേഹത്തിന് പുനർനിയമനം കിട്ടി എന്നാണ് നമ്മൾ അറിയുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അദ്ദേഹത്തിന് പുനർനിയമനം കിട്ടിയപ്പോൾ ആ നിയമനം മറ്റൊരാൾക്ക്, ഈ മുട്ടിലഴഞ്ഞ PSC ഉദ്യോഗസ്ഥരുണ്ടല്ലോ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മുന്നിലൂടെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ മുട്ടിലഴഞ്ഞ് സമരം ചെയ്ത പെരുമഴയത്ത് കണ്ണീരോടെ വീട്ടിൽ പോയ കുറെ PSC ഉദ്യോഗസ്ഥകളില്ലേ, അവരിൽ ആർക്കെങ്കിലും ആ തൊഴിലൊന്ന് കൊടുത്തിരുന്നെങ്കിൽ അവരുടെ കുടുംബത്തിൽ കൂടി സന്തോഷത്തിന്റെ വെളിച്ചം വരില്ലായിരുന്നോ? അപ്പൊ ഇത്തരം കവികളൊക്കെ അത്തരം കാര്യങ്ങൾ കൂടി ഒന്ന് ആലോചിക്കുന്നത് നല്ലതാ. അപ്പൊ നിങ്ങൾ എഴുതുന്ന കവിതകൾ ഞങ്ങൾ കേട്ടിരിക്കണം എന്ന് പറഞ്ഞാൽ പിണറായി വിജയന് സന്തോഷമായിരിക്കും. അദ്ദേഹം പറയുന്നത് എന്താ, പലരും എന്നെ വിമർശിക്കുമ്പോൾ അതിനിടയ്ക്ക് ഇത്തരം പുകഴ്ത്തലുകൾ വരുന്നതിൽ നിങ്ങൾക്ക് എന്താ പ്രശ്നമെന്ന്. അതിന്റെ അർത്ഥം അദ്ദേഹം അത് ഇഷ്ടപ്പെടുന്നുണ്ട്. മാത്രമല്ല, അദ്ദേഹം ആ പുകഴ്ത്തലുകൾ ഇഷ്ടപ്പെടുന്നുള്ളതിന്റെ തെളിവാണ് കോവിഡ് പ്രോട്ടോകോൾ പോലും ലംഘിച്ചുകൊണ്ട് പാറശാലയിൽ നടന്ന തിരുവാതിര, കാരണഭൂതൻ തിരുവാതിര. അത് നമ്മൾ കണ്ടതല്ലേ. നമ്മളോടൊക്കെ സാമ്പത്തിക പ്രതിസന്ധിയിൽ എല്ലാവരും മുണ്ട് മുറുക്കി കൊടുത്ത് ഞെരുക്കം സ്വയം അനുഭവിക്കണം, എല്ലാവരും കൂട്ടായി അനുഭവിക്കണം എന്നൊക്കെ പറഞ്ഞ മുഖ്യമന്ത്രിയുടെ പുകഴ്ത്താൻ വേണ്ടിയിട്ട് ഇവര് തലയിൽ കെട്ടി ഇവര് കാരണഭൂതൻ തിരുവാതിര കളിക്കുന്നു. ആരുടെ നെഞ്ചത്ത? പാവപ്പെട്ട മനുഷ്യരുടെ. എന്നിട്ട് നമ്മളോട് ഇതൊക്കെ കേട്ട് ആസ്വദിച്ചോളാൻ പറയാം. ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ഇതൊക്കെ മോദിയുടെ രീതിയാണ്, മോദി കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ സമാനമായിട്ടുള്ള സാഹചര്യം ചെയ്തു എന്നൊക്കെ പറയുന്നത് ഭംഗ്യന്തരേന ജയേന്ദ്രൻ കല്ലിങ്കിലൊക്കെ സൂചിപ്പിക്കുന്നത് ഇത് പുകഴ്ത്തുപാട്ട് തന്നെയാണെന്നാ. ഇവിടെ താങ്കൾ സൂചിപ്പിച്ചത് എന്താ അഭിലാഷേ, തെരഞ്ഞെടുപ്പാകുമ്പോൾ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയിട്ട് പാട്ടുകൾ ഉണ്ടാകും, സിനിമകളിൽ പാട്ടുണ്ടാകും, സ്ഥാനാർത്ഥികൾക്ക് പാട്ടുണ്ടാകും, പല രീതിയിലുണ്ടാകും. ഇവിടെ ഒരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഒരു ഭരണകർത്താവ് കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും വിലാപങ്ങൾക്കും കണ്ണുനീരിനും നേരെ കണ്ണടച്ചുകൊണ്ട് കാതടച്ചുകൊണ്ട് പോകുമ്പോൾ അദ്ദേഹം മഹാനാണെന്ന് വാഴ്ത്തിപ്പാടുന്നു. അദ്ദേഹം മഹാനാണെന്ന് വാഴ്ത്തിപ്പാടിക്കോട്ടെ, നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല. തമ്പ്രാനെ അടിമകൾക്ക് വാഴ്ത്താനുള്ള അവകാശമുണ്ട്, അത് ആര് ചോദ്യം ചെയ്താലും ഞാൻ അംഗീകരിക്കില്ല എന്ന് കവി പറയുമ്പോൾ പിന്നെ ആ കവിയുടെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടാൻ ആരുമല്ല. പക്ഷേ കേരളത്തിലെ സാധാരണ മനുഷ്യരുടെ സാമാന്യ ചോദ്യം എന്താണ്? ഈ സാധാരണ മനുഷ്യർക്ക് അനുഭവവേദ്യമായ എന്ത് കാര്യങ്ങൾ നൽകാൻ കഴിഞ്ഞു? എല്ലാത്തിനും കേന്ദ്ര ഭരണത്തിനെതിരെ പറയുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ അനാസ്ഥ കൊണ്ടാണെന്ന് പറഞ്ഞാൽ കേരളം ഭരിക്കുന്ന സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിക്ക് പിന്നെ എന്താണ് പണി എന്നുള്ള ചോദ്യം അവശേഷിക്കും. അതിനുള്ള മറുപടി കവി പറയേണ്ടതാണ്. ശരി, അതിനു മുമ്പ് ഈ വ്യക്തിപരമായ ആരോപണത്തിൽ താങ്കൾക്ക് മറുപടി പറയാനുണ്ടെങ്കിൽ പറയാം. അല്ല, അദ്ദേഹത്തിന്റെ ചോദ്യക്ക് മറുപടി പറയേണ്ട കാര്യമില്ല. അതല്ല, താങ്കൾക്ക് കിട്ടിയ നിയമനത്തെ സംബന്ധിച്ച് അല്ല, ആ നിയമനം എന്ന് പറയുന്നത് അതിനെ സംബന്ധിച്ച് സർക്കാർ തലത്തിലെ തീരുമാനം എന്താണെന്ന് വെച്ചാൽ അത് ഡിപ്പാർട്ട്മെന്റാണ് ചെയ്യേണ്ടത്. അല്ല, അതിലൊന്നും എനിക്ക് വേറെ അഭിപ്രായമൊന്നുമില്ല. അല്ല, അക്കാര്യത്തിൽ പിണറായി വിജയനോട് എന്തെങ്കിലും അയ്യോ പാവ സഖാവോ ഈ സംഘടനയ്ക്കോ ഒന്നും അതുമായിട്ട് ഒരു ബന്ധമില്ല. വളരെ ചെറിയ ഒരു നിയമനത്തിൽ ഇപ്പം മുഖ്യമന്ത്രി ഇടപെടേണ്ട കാര്യവുമില്ല. അതവിടെ നിൽക്കട്ടെ. ശ്രീ NM പിയേഴ്സൺ, നമ്മൾ ജനാധിപത്യത്തിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി ഗൗരവമുള്ള കാര്യമാണ്. ജനാധിപത്യത്തിലേക്ക് വരുമ്പോൾ ജനാധിപത്യം സാധ്യമാക്കിയത് ഫ്യൂഡൽ മൂല്യങ്ങളിൽ നിന്നുള്ള വിമോചനം കൂടിയായിരുന്നു. പ്രജകളായിരുന്ന ആളുകൾ പൗരന്മാരായി മാറി. പൗരത്വം എന്ന് പറയുന്നത് ആ അർത്ഥത്തിൽ ജനാധിപത്യത്തിൽ വലിയ തോതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഫ്യൂഡൽ കാലം കഴിഞ്ഞ് ഒരു 3/4 നൂറ്റാണ്ട് പിന്നിട്ടിട്ടും ഫ്യൂഡൽ മൂല്യങ്ങൾ ജനാധിപത്യത്തിൽ തന്നെ ഏറിയും കുറഞ്ഞും വരുന്നുണ്ട് എന്നതിൻ്റെ സൂചനകൾ നമുക്ക് ഇത്തരം സ്തുതിഗീതങ്ങളിൽ നിന്ന് കാണാമല്ലോ. കാരണം ഫ്യൂഡൽ കാലഘട്ടത്തിലാണ് തമ്പ്രാനെ സ്തുതിക്കുക എന്നുള്ളത് ബാക്കിയുള്ള ആളുകളുടെ ഒരു പ്രധാനപ്പെട്ട ദൗത്യമോ ഉത്തരവാദിത്വമോ ഒക്കെ ആയി മാറിയിരുന്നത്. അതുകൊണ്ടാണ് അന്ന് അത്രയും സ്തുതിഗീതങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ജനാധിപത്യ കാലത്ത് യഥാർത്ഥത്തിൽ സ്തുതിഗീതങ്ങളുടെ ആവശ്യമില്ല, പക്ഷേ ഫ്യൂഡൽ കാലത്ത് അതിന്റെ ആവശ്യമുണ്ടായിരുന്നു. നമ്മൾ ജനാധിപത്യത്തിൽ എത്തിയെങ്കിലും ഇപ്പോഴും ഫ്യൂഡൽ മൂല്യങ്ങൾ അധികാര ഘടനയിൽ അതേപടിയൊക്കെ നിലനിൽക്കുന്നുണ്ട് എന്ന് വേണമല്ലോ മനസ്സിലാക്കാൻ. അല്ല, ജനാധിപത്യ മൂല്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റുന്ന തരത്തിൽ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകരും രാഷ്ട്രീയ നേതൃത്വവും നമ്മുടെ സമൂഹവും മാറിയില്ല എങ്കിൽ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ തിരിച്ചു വരും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്താണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ രാഷ്ട്രീയ ബോധം എന്നത്? അത് തികച്ചും സ്വതന്ത്രമായിട്ടുള്ള രീതിയിൽ തന്റെ ചുറ്റുപാടിനെ കാണാനും ആ ചുറ്റുപാടിൽ ഇടപെടാനും ചുറ്റുപാടിനെ മാറ്റാനും ഒക്കെയുള്ള ആഗ്രഹത്തിന്റെ ഭാഗമായിട്ടാണ് പലപ്പോഴും നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ തന്നെ ഏർപ്പെടുന്നത്. ജനാധിപത്യത്തിന്റെ ഒരു പ്രസക്തി എന്ന് പറയുന്നത് അത്തരത്തിൽ ജനങ്ങൾക്ക് ഇടപെടാനായിട്ടുള്ള സ്പേസ് ലഭ്യമാക്കുക എന്നുള്ളതാണ്. അതിന് പകരമായിട്ട് അധികാരിയുടെ മുന്നിൽ തലകുനിച്ച് നിൽക്കുകയും അധികാരിയെ തലയോടുകയും അദ്ദേഹത്തെ പുകഴ്ത്തുകയും ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് എന്തെങ്കിലും പറ്റാം എന്ന് പറയുന്ന ചിന്തയാണ് പഴയ കാലത്തുണ്ടായിരുന്ന ഫ്യൂഡൽ ചിന്ത എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫ്യൂഡൽ മാടമ്പിയുടെ മുമ്പിൽ നിന്നിട്ട് അയാളിൽ നിന്ന് എന്തെങ്കിലും യാചിച്ചു വാങ്ങുന്ന തരത്തിലുള്ളതായിട്ടുള്ള ഒരു മനോനില മനുഷ്യനുണ്ടാവുക എന്നുള്ളതാണ് പ്രശ്നം. അതാണ് നമ്മളിവിടെ ചോദ്യം ചെയ്യുന്നത്. അല്ലാണ്ട് ഇപ്പോ കവിത എഴുതുന്നതിനെ നമ്മൾ ഒരിക്കലും അദ്ദേഹത്തിന്റെ സർഗശേഷിയെ സർഗാത്മകതയെ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. ഇത് അദ്ദേഹം കവിത എഴുതിയുകൊണ്ട് സംഭവിച്ച പ്രശ്നങ്ങളൊന്നും അല്ലല്ലോ.
കവിത എഴുതുന്നു. കവിത എത്രയോ തരത്തിൽ ആളുകളെ പുകഴ്ത്തിയും അതേപോലെ തന്നെ ഇകഴ്ത്തിയും ഒക്കെ കവിത എഴുതാറുണ്ട്. പക്ഷെ പ്രശ്നം ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഒരു സംഘടന ഓർഗനൈസ്ഡായി സംഘടിതമായിട്ട് ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരികയും അത് പുകഴ്ത്തുപാട്ടായി മാറിത്തീരുകയും അവർക്കതിൽ യാതൊരു വിധമായിട്ടുള്ള പ്രശ്നങ്ങൾ തോന്നാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ ജനാധിപത്യ സംവിധാനത്തിന് അകത്താണോ നിൽക്കുന്നത് അതോ ഫ്യൂഡൽ വ്യവസ്ഥക്ക് അകത്ത് നിൽക്കുകയാണോ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടതായിട്ട് വരുന്നത്. മാത്രമല്ല, ഇതൊരു പകർച്ചവ്യാധിയാണ്. ഈ പകർച്ചവ്യാധി എന്ന് പറയുന്നത് ഒരിടത്ത് നിന്ന് മറ്റെല്ലാ സംഘടനാ സംവിധാനങ്ങളിലേക്കും പടർന്നു കയറാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഒരു കാലത്ത് CPM അതിന്റെ രാഷ്ട്രീയ പ്രചരണ വേളകളിൽ തെരഞ്ഞെടുപ്പ് മത്സരങ്ങളിൽ ഒരിക്കൽ പോലും പോസ്റ്ററിൽ സ്ഥാനാർത്ഥിയുടെ പടം വെക്കില്ലായിരുന്നു. ഒരു കാലമായിരുന്നു. ആ കാലം കഴിഞ്ഞ് പിന്നെ പടം വെച്ചു. പിന്നീട് ഈ ആളുകളെ നമുക്കറിയാം, ഞാൻ തന്നെ പലപ്പോഴും ഈ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ പോകുമ്പോൾ പകലന്തിയോളം പാടത്തും പണിശാലകളും പണിയെടുത്ത 10,000ങ്ങളുടെ പടത്തലവൻ എന്ന് ചിലപ്പോൾ നമ്മളുടെ സഖാവിനെ കുറിച്ച് പ്രചരണ വാഹനത്തിൽ നിന്ന് ചിലപ്പോൾ പ്രചരിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. അത് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അത് തെരഞ്ഞെടുപ്പ് വേളയിൽ മാത്രം സംഭവിച്ചിരുന്ന കാര്യങ്ങളാണ്. അത്തരത്തിലാണ് ഇതൊക്കെ വരുന്നതെങ്കിൽ പ്രശ്നമില്ല. പക്ഷെ അതല്ല, നമുക്കറിയാം മെഗാ തിരുവേദിയുടെ കാലഘട്ടം മുതലേ യഥാർത്ഥത്തിൽ വലിയ മാറ്റം നമ്മളുടെ സമൂഹത്തിനകത്ത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. അത് നേതാവിനെ പുകഴ്ത്തുന്നതായി തരികയും ഒറ്റ നേതാവ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന തരത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്ന തരത്തിലുള്ള വലിയ അപകടം ഇതിനകത്തുണ്ട്. ഇത് DAയുടെ പ്രശ്നമോ DA കുടിയേശിയുടെ പ്രശ്നമോ അല്ലെങ്കിൽ ജീവനക്കാരുടെ അവർക്ക് കിട്ടുന്നതായിട്ടുള്ള ആനുകൂല്യങ്ങൾ കിട്ടുന്നതിന്റെ തടഞ്ഞു വെക്കുന്നതിന്റെ പ്രശ്നമല്ല. അങ്ങനെയല്ല അത് ചർച്ച ചെയ്യേണ്ടത്. അങ്ങനെ ചർച്ച ചെയ്യുന്നത് വളരെ അപകടകരമാണ് എന്നാണ് ഞാൻ പറയുന്നത്. ഇതിൽ നിലനിൽക്കുന്നതായിട്ടുള്ള ജനാധിപത്യ വിരുദ്ധത എന്താണ്? ഇതിൽ നിലനിൽക്കുന്നതായിട്ടുള്ള ജനങ്ങൾക്കെതിരായിട്ടുള്ള കാഴ്ചപ്പാട് എന്താണ്? ആ രീതിയിലാണ് ചർച്ച ചെയ്യേണ്ടത്. ഏത് രാഷ്ട്രീയ പാർട്ടിയിലെന്നുള്ള പ്രശ്നമല്ല. ഏത് രാഷ്ട്രീയക്കാരനും നമ്മുടെ മുന്നിൽ വന്നു നിന്ന് പഴയ കാലത്തെ ഫ്യൂഡൽ മാടമ്പിയായി നിൽക്കാൻ നമ്മൾ അനുവദിക്കില്ല എന്ന് പറയുന്നതായിട്ടുള്ള മനസ്സാണ് മനുഷ്യനുണ്ടാവേണ്ടത് എന്നുള്ളതാണ്. ഞങ്ങൾ നേരത്തേക്ക് നമ്മളുടെ പല സഹാക്കൾ എന്നാണ് പറഞ്ഞിരുന്നത്. സഹാക്കൾ മന്ത്രിയായി കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് സഹാവിന്റെ എന്ന് ചോദിക്കുന്ന സഹാവിന്റെ ഭാര്യ തിരിച്ചു പറയുന്നത് എന്താണ്? സാർ ഇവിടെ ഇല്ല എന്ന്. ഇതാണ് മാറ്റം. ആ മാറ്റമാണ് നമ്മുടെ സമൂഹത്തിനകത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതാക്കൾക്ക് സംഭവിച്ചായിട്ടുള്ള ദുരന്തമായി മാറിക്കഴിഞ്ഞിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് സഹാക്കൾ എല്ലാവരും തുല്യരായിട്ട് കണക്കാക്കപ്പെട്ടിരുന്നതാണ്. ആ തുല്യതയാണ് സമൂഹത്തിന് ആവശ്യമുള്ളത്. ആ തുല്യത ആവശ്യമുണ്ടാകുമ്പോൾ മന്ത്രിയും നമ്മളെ തമ്മിൽ വ്യത്യാസമില്ല എന്ന് വിചാരിക്കാനായിട്ട് സെക്രട്ടേറിയറ്റ് ജീവനക്കാരന് കഴിയേണ്ടതില്ല. പക്ഷേ ആ സഖാവായിട്ടുള്ള ജീവനക്കാരന് അത് കഴിയണം. തന്റെ സഖാവാണത് എന്നാണ് അദ്ദേഹത്തിന് വാലിഡ് പോയിന്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ശ്രീ ദീപു, ഇവിടെ ഇപ്പോ കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ എന്നുള്ളത് ഒരു ഇടതുപക്ഷ സ്വഭാവമുള്ള ഇടതുപക്ഷ രാഷ്ട്രീയ ബോധ്യങ്ങളുള്ള ഒരു സംഘടനയാണല്ലോ. ആ സംഘടനയ്ക്ക് എങ്ങനെയാണ് ഇതുപോലെ ഒരു ഗാനം ചിട്ടപ്പെടുത്താൻ ആലോചിക്കാൻ കഴിയുന്നത് എന്നുള്ളത് മൗലികമായ ഒരു പ്രശ്നമായി എനിക്ക് തോന്നുകയാണ്. ഇവിടെ പിണറായി വിജയൻ ഓർ മറ്റൊരാൾ എന്നുള്ളതല്ല വിഷയം. ആ ഗാനത്തിന്റെ ഒരു സ്വഭാവമുണ്ടല്ലോ, ആ വാഴ്ത്തുപാട്ടിന്റെ ഒരു സ്വഭാവമുണ്ടല്ലോ, അത് നമ്മൾ പിന്നിട്ട് പോയ ഒരു ഘട്ടത്തെ, ഒരു പഴയ ഘട്ടത്തെ ഓർമ്മിപ്പിക്കുന്നതാണ്. നമ്മുടെ ആധുനിക ജനാധിപത്യ മൂല്യങ്ങൾ സ്വാംശീകരിക്കാത്തതാണ്. ഈ പറഞ്ഞ ഫ്യൂഡലിസത്തോട് നേർക്കുനേർ ഫൈറ്റ് ചെയ്തിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങളും കർഷക സംഘടനകളും ഒക്കെ ഇവിടെ ഉണ്ടായത് പോലും. അപ്പോൾ ആ കാലഘട്ടത്തെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ ഒരു വ്യക്തിയെ പാടിപ്പുകഴ്ത്തുന്ന ഒരു ഗാനം എങ്ങനെയാണ് നിങ്ങളുടെ സംഘടനയുടെ 50ാം വാർഷികത്തിൽ ഉണ്ടാവുക? ആ കാലഘട്ടത്തിൽ നോക്കൂ, കവികൾ ഈ മട്ടിലല്ല. അഗതികൾ, അശരണർ, ആലംബഹീനന്മാർ, അവരുടെ ദുഃഖങ്ങൾ ആരറിയാൻ, ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ പതിതരെ നിങ്ങൾ തൻ പിന്മുറക്കാർ എന്ന് അന്ന് കവി പ്രത്യാശിച്ചിട്ടുണ്ട്. ഈ പിന്മുറക്കാർ പക്ഷേ ഇത് നേരെ തലതിരിച്ച് പഴയ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ല, ആ വാദഗതിയോട് ഞാൻ യോജിക്കുന്നില്ല. ഒന്ന് ആദ്യമേ തന്നെ പറഞ്ഞതാണ്, ഇതൊരു വാഴ്ത്തുപാട്ടോ സ്തുതിഗീതവുമോ അല്ല. അതായത് പ്രത്യേകിച്ച് ഈ സംഘടനയുടെ നേതാക്കൾക്കോ സെക്രട്ടേറിയറ്റ് ജീവനക്കാർക്കോ അല്ലെങ്കിൽ ഒരു വിഭാഗത്തിനോ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിൽ നിന്ന് നേടിയെടുക്കാനുള്ള ഒരു ശ്രമമല്ല ഈ ഗാനം എന്ന് പറയുന്നത്. നമുക്ക് കോമൺ കോസാണുള്ളത്. സംസ്ഥാനത്തെ മുഴുവൻ ജീവനക്കാരുടെ അധ്യാപകരുടെ ഈ മാടമ്പിയെ അല്ലെങ്കിൽ തമ്പ്രാനെ അല്ലെങ്കിൽ രാജാവിനെ പുകഴ്ത്തുക എന്നുള്ളത് ഇമ്മീഡിയറ്റ്ലി അദ്ദേഹത്തിൽ നിന്ന് എന്തായാലും കിട്ടിയാലും ഇല്ലെങ്കിലും അങ്ങനെ പുകഴ്ത്തുക എന്നുള്ളൊരു ശീലം പണ്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്തതെന്നാണ് ഞാൻ പറയുന്നത്. പുകഴ്ത്തലല്ല, ആ പദപ്രയോഗങ്ങൾ തന്നെ അതൊരു പ്രതീകാത്മകമായിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്ന്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഭരണത്തലവനാണ്. അദ്ദേഹം ഒരുപാട് ത്യാഗോജ്വലമായ പ്രവർത്തന പാരമ്പര്യമുള്ള ആളാണ്. അതിനെക്കുറിച്ച് പരാമർശിച്ച് പോകുന്ന തരത്തിലുള്ള അലങ്കാര പ്രയോഗങ്ങൾ കവി അതിൽ നടത്തി എന്നുള്ളതാണ് അസോസിയേഷൻ മനസ്സിലാക്കുന്നത്.
അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഇതിന്റെ പേരിൽ സെക്രട്ടറി ജീവനക്കാർക്ക് മാത്രമായിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഇപ്പൊ ഇമ്മീഡിയറ്റ്ലി ഈ കവിത പാടിയതിന്റെ പേരിൽ നിങ്ങൾക്ക് മുഖ്യമന്ത്രി എന്തെങ്കിലും തരും എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഈ കവിതയുടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ കവിത ചൊല്ലിയതിന്റെ ഒരു നേച്ചർ, ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, ഞാൻ അതിനെക്കുറിച്ചാണ്, അതിന്റെ സ്വഭാവത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത്. അത് ഞാൻ പാടെ വിയോജിക്കുന്നു. അതിലൊരു സ്തുതിപാഠക സ്വഭാവമില്ല, അതൊരു വ്യക്തി ആരാധനയല്ല, അത് ഒരു കോമൺ കോസ്. ഞാൻ പറഞ്ഞതല്ലോ, ഇതിൽ കോസ് ഒന്നുമില്ല, മനുഷ്യനെ പ്രകീർത്തിക്കുന്ന കാര്യം മാത്രമേ ഉള്ളൂ, അല്ലാതെ ഇതിലൊരു കോസും റിഫ്ലക്ട് ചെയ്യുന്നില്ല. എന്ത് പ്രതീകാത്മകമായിട്ടുള്ള കാര്യമാണ്. ഒരു വാചകമോ ഒരു വരിയോ അതിനകത്ത് കാണിക്കാൻ പറ്റില്ല. നമ്മുടെ ഈ സംസ്ഥാനത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് പരാമർശിക്കുന്ന ഭാഗങ്ങളുണ്ട്. ഈ വ്യക്തിയാണ് കേരളത്തെ കൈപിടിച്ചുയർത്തിയത് എന്നാണ്. അതിൽ സംസ്ഥാനം സ്വാഭാവികമായി ഉയർത്തെഴുന്നേൽക്കുന്നതിനെ കുറിച്ചൊന്നുമല്ല. നേതൃത്വം നൽകുന്ന ഒരാളെ കുറിച്ചാണ് ആ ഒരു വാക്കുണ്ടായേക്കാം, ചിലപ്പോൾ അതിന് ദ്യോതിപ്പിക്കുന്ന പദപ്രയോഗമായിരിക്കാം. ഇത് കൂട്ടായ ഉയർത്തെഴുന്നേൽപ്പാണ്. നമ്മുടെ പ്രളയ സമയത്തുണ്ടായാലും മറ്റ് കോവിഡ് പോലുള്ള മഹാമാരി സമയത്തുണ്ടായാലും അത് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പദപ്രയോഗം, അതിന് നേതൃത്വം നൽകുന്ന ഒരാളെ സൂചിപ്പിക്കുന്ന തരത്തിലേക്ക് കവി കൊണ്ടുവന്നു എന്നാണ് അസോസിയേഷൻ മനസ്സിലാക്കുന്നത്. ഈ പറഞ്ഞ തരത്തിലുള്ള ആരോപണങ്ങളോ ഒന്നും നിലനിൽക്കുന്നതല്ല. അത്തരമൊരു നിലപാടോ കാഴ്ചപ്പാടിലോ അല്ല ഇങ്ങനെ ഒരു ഗാനം രചിച്ചത്, ഈ ഗാനം അവതരിപ്പിച്ചത് ആ ഒരു നിലപാടിലല്ല എന്ന് അടിവരായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിച്ചു. ശരി, ഇവിടെ ചിത്രസേനൻ പണ്ട് കാലത്ത് നമ്മുടെ വലിയ കവികൾ പോലും ഇതുപോലെയുള്ള എന്താ പറയാ സൂക്തങ്ങൾ എഴുതിയിട്ടുണ്ട്, രചിച്ചിട്ടുണ്ട്. അപ്പൊ അവർക്കൊക്കെ അതിന് പട്ടും വളയും രാജാവ് സമ്മാനം കൊടുക്കുമായിരുന്നു. അപ്പൊ താങ്കൾ ഇങ്ങനെ ഒരു കവിത എഴുതിയിരിക്കുകയാണ്, മുഖ്യമന്ത്രി അത് നേരിട്ട് കേട്ടു, പട്ടും വളയും കിട്ടുമോ? അല്ല, ഞാൻ പറയട്ടെ, നിങ്ങളുടെ ഈ പറയുന്നത് കേട്ടോ, ഞാൻ എന്തിനോ വേണ്ടി കവിത എഴുതിയെന്ന് ഞാൻ ഒരു പുരസ്കാരത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ എനിക്ക് ഒരു വലിയൊരു കയറ്റത്തിന് വേണ്ടിയോ ഒന്നുമല്ല ഞാൻ എഴുതിയത്. ഞാൻ കേരളത്തിലെ മുഖ്യമന്ത്രിയെ അദ്ദേഹത്തിൻ്റെ ആ നല്ല പ്രവർത്തനങ്ങളെ ഇന്നതുപോലെയാണ് എന്ന് ഞാൻ സഹൃദയ സമക്ഷം സമർപ്പിച്ചു. അല്ലാതെ ഞാൻ അതിൽ വേറൊന്നും കണ്ടില്ല. അതിൽ എന്ത് വേണോ വ്യാഖ്യാനിക്കുക, അത് അവരവരുടെ മനസ്സിന് എങ്ങനെയാണോ ചിന്താഗതി, ആ ചിന്താഗതിക്ക്. ഇപ്പം സുഹൃത്തിന് എന്താണോ തോന്നുന്നത്, അത് വാഴ്ത്തുപാട്ടാണോ വെച്ചോ. അപ്പം സാധനം തോന്നുന്നത് അത് ഒരു സ്വാഗതഗാനമാണ് വെച്ചോ, വേറൊരാൾ തോന്നുന്നത് വിപ്ലവമാണ് വെച്ചോ. എന്താണോ അവരുടെ ഭരണാധികാരി, ഇത്രയും ശ്രേഷ്ഠമായ ഒരു ഭരണാധികാരിയെ പറ്റി ഒരു കവി എന്നുള്ള നിലയിൽ ഞാനൊരു കവിത എഴുതിയത് ഇത്രയും പ്രശ്നമൊന്നും ഉണ്ടാക്കേണ്ട ഒരു കാര്യം. പണ്ടത്തെ രാജാക്കന്മാര് പുരസ്കാരമൊക്കെ നൽകുമായിരുന്നു. പുരസ്കാരമല്ല എനിക്ക് ഇന്നലെ കിട്ടിയത്, പുരസ്കാരത്തിന് അപ്പുറമാണ് കാര്യം. ഈ കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ഈ കവിതയെ എല്ലാവരും എന്നെ എഴുത്തുമ്പോൾ ഒരാളെങ്കിലും പുകഴ്ത്താണ്ടെന്ന് പറയുമ്പോൾ ആ ഒരാള് ഒരു കവിയ. ശരി, അപ്പൊ അത് തന്നെയാണ് ഏറ്റവും വലിയൊരു അംഗീകാരം. ഇന്നലെ മുഖ്യമന്ത്രി വേറൊരു നിലപാടെടുത്തിരുന്നെങ്കിൽ ഇന്ന് ഈ പാട്ട് ഒഴിവാക്കുമായിരുന്നു. പോയിന്റ് പറയുന്നത് എനിക്ക് തോന്നുന്നത് മുഖ്യമന്ത്രി നമുക്ക് ഇതിനകത്ത് പ്രതിസ്ഥാനം നിർത്തേണ്ട കാര്യമില്ല. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി അങ്ങനെ ഒരു പാട്ട് കേട്ടോണ്ടിരുമ്പോൾ നിർത്ത് എന്ന് പറഞ്ഞാലായിരിക്കും അതിനകത്തൊരു അസ്വാഭാവികത ഉള്ളത്. ആലോചിച്ചു, നമ്മളെ കന്യാകുമാരി ഗുഹയ്ക്കകത്ത് 4 ക്യാമറയും 4 ചുറ്റിരുന്ന് നരേന്ദ്രമോദി നടത്തിയൊരു ഷോ നമ്മളെ മനസ്സിനകത്തുണ്ട്. അത് എന്തൊരു വൈകൃതമായിരുന്നു അത് ജനാധിപത്യം. നരേന്ദ്രമോദിയെ ചാരി പിണറായി വിജയൻ അടിക്കണോ? അല്ല, അങ്ങനല്ല, ആ തരത്തിലല്ല പറഞ്ഞത്. ആ ഒരു തലത്തിൽ കാണരുത്. ഇത് ഇദ്ദേഹം അറിയാത്തൊരു സാധനം ഇവർ തയ്യാറാക്കി അവതരിപ്പിച്ചു. ആ തയ്യാറാക്കി അവതരിപ്പിച്ചപ്പോൾ അതിനൊരു ഭംഗിയുണ്ട്. അല്ലെങ്കിൽ പാട്ട് മോശമായിരുന്നെങ്കിൽ ഇപ്പം ആരും ചർച്ച ചെയ്യില്ല. ഈ പാട്ടിന് ഒരു സൗന്ദര്യമുണ്ട്. ആ സൗന്ദര്യം ഉള്ളതുകൊണ്ട് ചർച്ച ചെയ്യപ്പെട്ടത്. അതാണ് ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞ പണ്ടും ഇപ്പൊ മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ സൗന്ദര്യമില്ലേ? കാലത്തിനനുസരിച്ച് മാറണ്ടേ? എപ്പോഴും നമുക്ക് പഴയതുപോലെ, കാരണം ഇപ്പൊ ഒരുപാട് മാറ്റം വന്നില്ല. ലോകം മാറിയില്ലേ? ലോകം മാറി എങ്ങനെയാണ് ആ മാറ്റം? വലത്തോട്ടാണ്, വ്യക്തി കേന്ദ്രീകൃതമായി ഏതെങ്കിലും ഒരു ബിംബങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള മാറ്റമാണ് വരുന്നത്. കൃത്യമായ ചർച്ചകൾ നടക്കുന്ന ഒരു പാർട്ടിയാണ് എന്നാണ് എന്റെ വിശ്വാസം. ശരി, അപ്പൊ നമുക്കിപ്പോ പട്ടും വളയും പോയിട്ട് പുട്ടും കടലയും പോലും കിട്ടാൻ സാധ്യതയില്ല. ഇവിടെ ഇപ്പോ നമ്മൾ 30-35 കൊല്ലം മുമ്പാണ് ശ്രീനിവാസനും അതുപോലെ തന്നെ സത്യനന്ദിക്കാടും കൂടി സന്ദേശം എന്ന് പറഞ്ഞ സിനിമ ഇറക്കുന്നത്. ഇപ്പോഴും കേരളത്തിലെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ സറ്റയറായിട്ട് നമ്മൾ കാണുന്നത് ഈ സന്ദേശമാണ്. ആ സന്ദേശത്തിൽ ശ്രീനിവാസൻ പെണ്ണ് കാണാൻ പോകുന്ന രംഗമുണ്ട്. അപ്പോൾ അതിൽ അദ്ദേഹം വധുവിനോട്, നവവധു ആവാൻ പോകുന്ന പെൺകുട്ടിയോട് പറയുന്നുണ്ട്, ഒരു രക്തഹാരം ഞാൻ അങ്ങോട്ടിടും, ഒരു രക്തഹാരം ഇങ്ങോട്ടിടും, അതിനുശേഷം ഞങ്ങളുടെ സഖാക്കൾ പാർട്ടി സൂക്തങ്ങൾ ഉറക്ക ചൊല്ലുമെന്ന്. ഈ 35 കൊല്ലം കഴിഞ്ഞ് ഇപ്പോഴാണ് ശ്രീനിവാസൻ ഇത് എഴുതുന്നതെങ്കിൽ രക്തഹാരം കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഞങ്ങളുടെ സഖാക്കൾ പിണറായി സൂക്തങ്ങൾ ഉറക്ക ചൊല്ലും എന്ന് എഴുതിയേനല്ലേ? അങ്ങനെ നമുക്ക് ഇതിനകത്ത് ആ ഒരു തലത്തിലേക്ക് അഭിലാഷെ കാണണോ? എനിക്ക് വീണ്ടും അതാണ് സംശയം. നമ്മൾ ഈ ഒരു ജനാധിപത്യ രാജ്യത്തുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ടാവും. അതെല്ലാ പാർട്ടിയിലും ഉണ്ടാവും. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലല്ല, എല്ലാ പാർട്ടികളിലും ഉണ്ടാവും. അത് ഏറെയും കുറഞ്ഞു ഇരിക്കും.
കേരളത്തിൽ എനിക്ക് തോന്നുന്നത് നമുക്കറിയാമല്ലോ, ഇന്ത്യയിൽ മൊത്തം, ഞാൻ മൊത്തത്തിൽ വലിയ ആഗോളതലത്തിൽ പറഞ്ഞു വേണ്ടത്, ഇന്ത്യയിൽ മൊത്തത്തിലൊരു നമ്മുടെ ജനാധിപത്യ സംവിധാനം എടുത്താൽ അല്പമെങ്കിലും അഭിപ്രായ സ്വാതന്ത്ര്യവും ഈവൻ മാധ്യമ സ്വാതന്ത്ര്യവും ഒക്കെ ഉള്ളൊരു സംസ്ഥാനം കേരളമാണ്. അതില്ല എന്ന് പറയാൻ കഴിയില്ലല്ലോ. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് നമുക്കൊന്ന് ചിന്തിച്ചൂടെ, ഈ മാറ്റങ്ങൾ വരുമ്പോൾ മാറ്റത്തിനകത്ത് അല്പമെങ്കിലും പ്രതിരോധിച്ച് മുന്നോട്ട് പോകാൻ നിൽക്കുന്ന ഒരേ ഒരിടം കേരളമല്ലേ? അങ്ങനെയെങ്കിലും നമുക്ക് കാണാമല്ലോ. മറ്റു വിഷയങ്ങളൊക്കെ ശരിയായിരിക്കും, ചിലപ്പം അത് അവർ ചർച്ച ചെയ്തോട്ടെ, അതിനകത്ത് എത്രത്തോളം ശരിയുണ്ട് തെറ്റുണ്ട് അതിനെ ഞാൻ തർക്കിക്കുന്നില്ല. എൻ്റെ ഒരു ആംഗിൾ അതാണ്. ശരി, ഇതിൽ ശ്രീ ജിൻഡോ ജോൺ, ഇത് പുതിയ പോപ്പുലർ കൾച്ചർ കൂടി അനുസരിച്ച് ഇപ്പൊ നോക്കൂ, ഇപ്പൊ കേരളത്തിലെ പല ആളുകളുടെയും ചുണ്ടിൽ ചെമ്പടയ്ക്ക് കാവലാൾ എന്ന വരിയുണ്ട്. താങ്കൾ നേരത്തെ പറഞ്ഞ തിരുവാതിരപ്പാട്ടിലെ പൂവരണി നമ്പൂതിരി എഴുതിയ തിരുവാതിരപ്പാട്ട്, പാർവണേന്ദു മുഖി കഴിഞ്ഞാൽ പിന്നെ കേരളത്തിലെ ഏറ്റവും പോപ്പുലർ തിരുവാതിര സോങ് ഇപ്പൊ അതാണ്. അല്ല, പോപ്പുലർ ആകാൻ വേണ്ടിയിട്ട് പല മാർഗങ്ങളുണ്ട്. അത് നല്ല കാര്യം ചെയ്തും മോശം കാര്യം ചെയ്തും അല്ലെങ്കിൽ സ്വയം ട്രോൾ ചെയ്യും ഒക്കെ പോപ്പുലർ ആകാം, പല രീതിയിലുണ്ടല്ലോ. ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ പോപ്പുലറായി, അതൊരു നല്ല മാതൃകയാണെന്ന് ഞാൻ അംഗീകരിക്കുന്നില്ല, എനിക്ക് തോന്നുന്നില്ല. പല രീതിയിൽ ആളുകൾ പോപ്പുലർ ആകുന്നുണ്ട്. അപ്പോൾ ഇത് അങ്ങനെ ഒരു മാർഗമാണെങ്കിൽ അവർ സ്വീകരിച്ചോട്ടെ. കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാർക്കും സർവീസ് സംഘടനാ നേതാക്കന്മാർക്കും അത്തരത്തിൽ തോന്നുന്നുണ്ടെങ്കിൽ അവരുടെ വിപ്ലവകരമായിട്ടുള്ള മാറ്റം ആയിട്ട് നമ്മളത് ഉൾക്കൊള്ളണമല്ലോ. ഇവിടെ നവകേരള സൃഷ്ടി നടത്താൻ വേണ്ടിയിട്ട് നവകേരള ബസ്സിൽ പോയ മുഖ്യമന്ത്രി കേരളത്തിൽ സാധാരണക്കാരെ കണ്ടില്ല. അങ്ങനെയുള്ള ഒരു മുഖ്യമന്ത്രിയെ കുറിച്ചിട്ട് ഇത്രത്തോളം വലിയ വാഴ്ത്തുപാട്ടുകൾ പാടിയിട്ട് കവിക്ക് ഇഷ്ടമുള്ളതൊക്കെ പാടും, അത് കവിയുടെ സ്വാതന്ത്ര്യമാണ്, ആരെതിർത്താലും ഞാനത് ചെയ്യും എന്നൊക്കെ പറയുന്നത് കുഴപ്പമില്ല, അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ കുറിച്ച് കേരളത്തിലെ ജനങ്ങൾ നേരിട്ട് അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ നേരിട്ട് കാണുന്ന പല കാര്യങ്ങളും, അതിന് ഘടകവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഈ കവിതയെ ചോദ്യം ചെയ്യാനും പൊതുസമൂഹത്തിന് അവകാശമുണ്ട്. കവിതയെ ഞങ്ങൾ ചോദ്യം ചെയ്യും. അപ്പോൾ അത് വാഴ്ത്തുപാട്ടുകൾക്കെതിരെ പറഞ്ഞു എന്ന് പറഞ്ഞ് ആക്ഷേപിക്കാൻ പാടില്ല. ഇവിടെ ഇത്തരം വാഴ്ത്തുപാട്ടുകളിൽ ചിരിക്കുന്ന, സന്തോഷിക്കുന്ന, ഇടയ്ക്കൊക്കെ ഇത്തരം വാഴ്ത്തുപാട്ട് വരുന്ന അംഗീകരിക്കുന്ന ഒരു വലിയ നേതാവുണ്ട്. ഉത്തര കൊറിയയ്ക്ക് സമാനമായിട്ട് കേരളം ഭരിക്കുന്ന കിങ് കാരണഭൂതൻ ഉൻ എന്നൊക്കെ പറയാവുന്ന രീതിയിൽ. നാളെ ഇവരത് പറയും, മുഖ്യമന്ത്രി പിണറായി വിജയൻ മുടിവെട്ടുന്ന പോലെ നാളെ നിങ്ങൾ ആരും മുടിവെട്ടിയേക്കരുത്, അദ്ദേഹം മുണ്ടെടുക്കുന്ന പോലെ നാളെ ആരും മുണ്ടെടുത്തേക്കരുത് എന്നൊക്കെ പറഞ്ഞ് തീരുമാനിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും അഭിലാഷേ? കുറെ കാലം മുമ്പ് കറുത്ത ഉടുപ്പും കറുത്ത മാസ്കും കറുത്ത പാൻറ്റും ഇട്ടാൽ ചുട്ട അടി കിട്ടുമായിരുന്നു പോലീസുകാരുടെ കയ്യിൽ നിന്ന്, അതുപോലെ മുഖ്യമന്ത്രിയുടെ ഗൺമാന്റെ കയ്യിൽ നിന്ന്. മുദ്രാവാക്യം വിളിച്ചാൽ അടിച്ച് അകത്തിടും, കൊല്ലാൻ നോക്കിയെന്ന് പറഞ്ഞ് ഇതൊക്കെ നടക്കുന്ന കാലഘട്ടത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ സംഭവിക്കും. അപ്പോൾ മാർക്സിസ്റ്റ് കവികൾ ഒരു മനുഷ്യരെ കാണാതെയാണ് ഈ കവികളൊക്കെ കവിത എഴുതുന്നത് എനിക്ക് തോന്നുന്നത്. ഈ വാഴ്ത്തുപാട്ട് പാടിയപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താ, ഇത് വാഴ്ത്തുപാട്ടാണോ? ആയിക്കോ, നിങ്ങൾ അങ്ങനെ പറഞ്ഞോ. വിപ്ലവഗാനമാണോ? നിങ്ങൾ അങ്ങനെ വെച്ചോ. അല്ലെങ്കിൽ ഇത് മുഖ്യമന്ത്രിയെ പുകഴ്ത്തുന്നതാണോ? അങ്ങനെ വെച്ചോ എന്നൊക്കെ പറയാണ്. ഞാൻ തിരിച്ചു ചോദിക്കുന്നത്, ഇതൊക്കെ എഴുതിയപ്പോൾ അദ്ദേഹത്തിന് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ മുൻനിര നേതാക്കന്മാരിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടി എന്താ? പുനർനിയമനം വെച്ചോ, കാറ് വെച്ചോ, AC കാറ് വെച്ചോ, ഡ്രൈവറെ വെച്ചോ, മറ്റു സൗകര്യങ്ങൾ വെച്ചോ. അതിനെക്കുറിച്ച് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് മറുപടി ഇല്ല. അദ്ദേഹം മറുപടി പറയണം. കേരളത്തിലെ ചെറുപ്പക്കാർക്ക്, ഉദ്യോഗാർത്ഥികൾ കേരളത്തിന്റെ തെരുവിൽ PSC ഉദ്യോഗാർത്ഥികൾ മുട്ടിലഴിഞ്ഞ് സമരം ചെയ്തു. ആ ഉദ്യോഗാർത്ഥികളിൽ ഒരാൾക്കെങ്കിലും കിട്ടുന്ന ഒരു നിയമനമാണ് താങ്കൾക്ക് പുനർനിയമനമായിട്ട് കിട്ടിയിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്കിൽ എന്റെ വാദം തെറ്റാണെങ്കിൽ താങ്കൾ അത് ഖണ്ഡിക്കണം, അല്ലെങ്കിൽ താങ്കൾ മറുപടി പറയണം. അല്ലാതെ മുഖ്യമന്ത്രിയുടെ മകളുടെ മാസപ്പടിയെ കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് വോയിസ് റെസ്റ്റ് ഉണ്ടാകുന്നത് പോലെ താങ്കളും വോയിസ് റെസ്റ്റ് എടുക്കാൻ പാടില്ല. ഇത്രയും വലിയ കവിത എഴുതിയ ഈ ശ്രേഷ്ഠ പട്ടം കിട്ടേണ്ട കവിക്ക് താങ്കളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിക്കുമ്പോൾ എന്തുകൊണ്ടാണ് മറുപടി ഇല്ലാതെ പോകുന്നത്? ശരി, ഓക്കെ. ഔദ്യോഗിക കാറുണ്ടോ? ഔദ്യോഗിക കാർ എന്ന് പറയുന്നത് ഒരു കാര്യം ചെയ്യുക, അവിടെ ഒന്ന് വന്ന് നോക്കുക. ആ കാർ, അതെ, ഔദ്യോഗിക കാറ് ഉണ്ടോ എന്ന് അവിടെ വന്ന് നോക്കുക. ഔദ്യോഗിക കാറും ഇല്ല. ഒരു ബൈക്ക്, ഇപ്പോൾ അതെ ഒരു ബൈക്കാണ് ഇപ്പോൾ ഉള്ളത്. ബൈക്ക് ഇല്ലായിരുന്ന സമയത്ത് ഒരു ആൾട്ടോ AC ഒന്നും ഇല്ലാത്തൊരു കാറ്, അതെല്ലാം ഈ തപാൽ കൊണ്ടുപോക്കാണ്. അപ്പം AC ഇല്ലാത്തൊരു കാർ ഒരു കൊച്ചു കാറാണ്. അത് മറ്റേ 2 വീലർ ഇല്ലാത്തതുകൊണ്ട് മാത്രം ആ കാർ ഉപയോഗിച്ചു, അല്ലാതെ ഞാൻ വേറെ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ഒരു ഡ്രൈവറും എനിക്കില്ല. സർക്കാരിൻ്റെ ഡ്രൈവർ, സർക്കാരിൻ്റെ കാറ്, അതിൽ മെസ്സഞ്ചർ കൊണ്ടുപോകണം. ഞാനല്ല, അതിന് മുമ്പ് അതിനാണ് കൊണ്ടുപോയത്. അല്ലാതെ ബൈക്ക് കട്ടപ്പുറത്തായപ്പോഴാണ് ഈ വണ്ടിയിൽ പോയത്. അങ്ങനെ പോയത് ഇതൊക്കെ. അദ്ദേഹം വലിയ പദവിയിലിരിക്കുന്ന ആളല്ല ശ്രീ ജിൻഡോ, അദ്ദേഹം മെസ്സഞ്ചറാണ്. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് ജോലിക്ക് വേണ്ടിയിട്ടുള്ള വണ്ടി. ഞാൻ ചോദിക്കുന്ന അഭിലാഷേ, AC ഇല്ലാത്ത കാറാണെങ്കിൽ അല്ല, ഒറ്റ കാര്യമുള്ളൂ, മേടിക്കാൻ വെച്ചിരിക്കുന്ന പണത്തിൽ നിന്ന് ഒരു ചെറിയ തുക കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ വേറെ മന്ത്രിമാരുടെ കാറിന്റെ ടയർ മാറ്റുന്ന പണം മതി അതിൽ AC വെക്കാൻ, അതുകൂടി വെച്ചു കൊടുക്കണം. കാരണം ഇത്രയും വലിയ കവിത എഴുതിയ ആളാണല്ലോ. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന്റെ ബേസിക് കാര്യം എന്താണെന്ന് അറിയോ? മറ്റൊരാൾക്കെങ്കിലും ആ ജോലി കൊടുക്കാമായിരുന്നല്ലോ. എത്രയോ ചെറുപ്പക്കാർ കേരളത്തിൽ തൊഴിലില്ലാതെ അലയുന്നു. ഒരാൾക്കെങ്കിലും കൊടുക്കാമായിരുന്ന ആ തൊഴിൽ, താങ്കൾക്ക് പെൻഷനും കിട്ടാൻ സാധ്യതയുണ്ട്. ഈ സർക്കാരിന്റെ നയം എന്താണ് പ്രയോറിറ്റി? ശരി, ഓക്കെ. എനിക്കൊരു ഇടവേള കൂടി വേണം. അതിനുശേഷം ഞാൻ ഒരിക്കൽ കൂടി
സമയം പോലെ അതിഥികളിലേക്ക് വരാം. ഇപ്പോൾ വേണം. ചർച്ച അവസാന ഘട്ടത്തിലാണ്. ശ്രീ NM പിയേഴ്സൺ, ഇപ്പോൾ CPM-ന്റെ തന്നെ സംഘടനാ രീതികൾ നോക്കിയാൽ നമ്മൾ പല ഘട്ടങ്ങളിൽ തെറ്റുതിരുത്തലും മറ്റു കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. P. ജയരാജനെ CPM തിരുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച്, അദ്ദേഹമൊന്നുമല്ല പാട്ട് എഴുതിയത്, അദ്ദേഹത്തിന്റെ ആരാധകർ പാട്ട് എഴുതി ഒരു PJ ആർമിയൊക്കെ ഉണ്ടായി. അത് P. ജയരാജന് തള്ളിപ്പറയേണ്ടി വന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം CPM തന്നെ ഉണ്ടാക്കി. കാരണം അവരതിനെ വ്യക്തിപൂജ എന്ന് കണ്ട് നിരാകരിച്ചു. പക്ഷെ പിണറായി വിജയന്റെ കാര്യത്തിൽ മാത്രമാണ് ഇത്തരം കാര്യങ്ങളും തെറ്റുതിരുത്തലോ അതല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ജീവിത രീതിയോ ബൂർഷ്വാ വ്യതിയാനമോ ഒന്നും ബാധകമാകാത്തതെന്ന് തോന്നുന്നു. അല്ല, അതാണ് പ്രശ്നം. കാരണം ഇപ്പോഴും P. ജയരാജൻ വിമർശനത്തിന് വിധേയനാകണം എന്നതാണ് പാർട്ടിയുടെ കാഴ്ചപ്പാട്. പക്ഷേ പിണറായി വിജയൻ വിമർശനത്തിന് വിധേയമാകേണ്ടതില്ല. പാർട്ടിയുടെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾ ഒന്നാണ് വിമർശനവും സ്വയം വിമർശനവും. ഇത് രണ്ടും പിണറായിക്ക് ബാധകമല്ല എന്ന് പറയുന്നിടത്താണ് അദ്ദേഹം തെറ്റാപരമുള്ള നേതാവായി മാറും. എന്നുവെച്ചാൽ അദ്ദേഹത്തിന് ഒരിക്കലും തെറ്റിയല്ല, അദ്ദേഹം ചെയ്യുന്നതെല്ലാം ശരിയാണ് എന്നാണ് അതിന്റെ അർത്ഥം. തെറ്റാപരമുള്ള നേതാവ് എന്ന് പറഞ്ഞാൽ അതിന്റെ മറ്റൊരർത്ഥം ദൈവം എന്നാണ്. ദൈവത്തിനാണ് തെറ്റൊന്നും സംഭവിക്കാത്തത്, മനുഷ്യർ തെറ്റുവരും. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം മോദി പറഞ്ഞു, ഞാൻ മനുഷ്യനാണ്, എനിക്ക് ചില തെറ്റൊക്കെ പറ്റിയിട്ടുണ്ട് എന്ന്, അല്ലെങ്കിൽ എനിക്ക് തെറ്റ് പറ്റും എന്ന് പറഞ്ഞു. നമ്മളൊരു പ്രയോഗം എന്ന് പറയുന്നത് ടെററിസ്റ്റ് ഹ്യൂമൻ എന്നാണ്. ശരിയാണ്, മനുഷ്യർ തെറ്റുപറ്റും. പിണറായി വിജയൻ എവിടെയെങ്കിലും എന്തെങ്കിലും തെറ്റുപറ്റിയതായിട്ട് ഈ സെക്രട്ടേറിയറ്റ് സഹാക്കൾ കണ്ടെത്തിയിട്ടുണ്ടോ? എന്തെങ്കിലും കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ഈ കാലം, അദ്ദേഹത്തിന് 75 വയസ്സാവാറായി. അപ്പൊ ഈ കാലഘട്ടത്തിനിടയ്ക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും ചെറിയ തെറ്റ് അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ടോ? പറ്റിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം തിരുത്തിയിട്ടുണ്ടോ? ഇനി തെറ്റ് പറ്റിയാൽ തിരുത്തുമോ? അത് ചോദിക്കാനായിട്ടുള്ള ഒരു കാവ്യ മനസ്സ് അല്ലെങ്കിൽ കാവ്യ നീതി നിങ്ങൾക്കുണ്ടാകണം. നിങ്ങൾക്കുണ്ടായാൽ മാത്രമേ ഇടതുപക്ഷത്തിനെ രക്ഷപ്പെടാനായിട്ട് കഴിയും. ഇടതുപക്ഷം ദൈവങ്ങളെ നിർമ്മിക്കാനിരിക്കുന്ന പ്രസ്ഥാനമല്ല. എന്തായാലും കേരളത്തിലെങ്കിലും അങ്ങനെയല്ലെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ഇടതുപക്ഷക്കാരുണ്ട്. ദൈവങ്ങളുടെ പിന്നാലെ സ്തുതിച്ചു പോകാനും അടിമക്കൂട്ടമായി മാറാനും ഒക്കെ കഴിയുന്നത് അത് എപ്പോഴും ആൾക്കൂട്ടത്തിന് കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ആൾ ദൈവങ്ങളെ നിർമ്മിക്കലും അങ്ങനെയാണ്. അത് പാടില്ല എന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സഹാക്കളെ പഠിപ്പിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട ചോദ്യം ഉണ്ടല്ലോ, അല്ലെങ്കിൽ അത് നിങ്ങൾ കേട്ടോന്ന് എനിക്കറിയാൻ പാടില്ല. അതായത് മന്ത്രിയാകുന്നതിന് മുമ്പ് സഹാവ് എന്ന് വിളിച്ചിരിക്കുന്ന നേതാവിന്റെ വീട്ടിൽ മന്ത്രി ആയതിനു ശേഷം സഹാക്കൾ ചെല്ലുന്നു. സഹാവ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സഹാവിന്റെ ഭാര്യ സഹാക്കളോട് പറയുന്നത് സാർ ഇവിടെ ഇല്ല എന്നാണ്. ഇതാണ് മാറ്റം. ഇത് സഹാക്കൾ, ഈ സെക്രട്ടേറിയറ്റ് സഹാക്കളൊക്കെ പഠിക്കുക. എന്നിട്ട് അങ്ങനെയാണ് മാറി 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 ഈ സഹാവ് എന്ന് പറയുന്ന സഹാവ് അല്ലാതായി തീരുന്നത്. അങ്ങനെ നിങ്ങൾ പിണറായി വിജയനെ സഹാവ് അല്ലാതാക്കി മാറ്റല്ലേ, അങ്ങനെ മാറ്റി നശിപ്പിക്കല്ലേ. അദ്ദേഹത്തിനെ നിങ്ങൾ നശിപ്പിക്കുകയാണ്, ഈ പാർട്ടിയെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് മനസ്സിലാക്കാനായിട്ടുള്ള ബോധം നിങ്ങൾക്കുണ്ടോ നല്ലതാണ്. അതായത് നിങ്ങൾ കാർ ഉപയോഗിക്കുന്നോ, നിങ്ങൾക്ക് പുനർനിയമനം കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് സമൂഹത്തിന്റെ പ്രശ്നമല്ലെന്ന്. സമൂഹത്തിന്റെ പ്രശ്നം നിങ്ങൾ ഇങ്ങനെ ആളാക്കുവോ ഇല്ലെന്നുള്ളതാണ് പ്രശ്നം. ഓക്കെ, അങ്ങനെ നിരവധി പ്രശ്നങ്ങളുണ്ട്. എന്തായാലും ഭ്രൂണാവസ്ഥയിലുള്ള കുഞ്ഞിനും ശ്മശാനത്തിലെ മൃതദേഹത്തിനും മാത്രമേ തെറ്റുപറ്റാതെയുള്ളൂ, ബാക്കി എല്ലാ മനുഷ്യർക്കും തെറ്റുപറ്റുമെന്ന് സഖാവ് വ്ളാഡിമിർ ലെനിൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ചർച്ച നടക്കട്ടെ. വളരെ നന്ദി എല്ലാവർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. നമസ്കാരം.